نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. സ്നേഹമുള്ള വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഫാമിലി മീറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ധാർമ്മികമായ ചില ചിന്തകളും ആദർശപരമായ ചില കാര്യങ്ങളുമൊക്കെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ ആലോചിക്കുന്നതും ഒരു പുനർവിചിന്തനം നടത്തുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് എല്ലാവർക്കും വല്ലാത്ത ഒരു വികാരമാണ്. ഇന്നൊരു ഞായറാഴ്ചയായിട്ട് പോലും ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ ഒരുപാട് സഹോദരങ്ങൾ നാൽക്കവലകളിലും റോഡ് സൈഡിലുമൊക്കെ പല രൂപത്തിലുള്ള വസ്തുക്കളും കച്ചവടം ചെയ്ത് വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നത് കാണുകയുണ്ടായി. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഒരു ഒഴിവ് ദിവസമായിട്ട് പോലും ചൂടും വെയിലും മഞ്ഞും തണുപ്പും ഒന്നും വകവെക്കാതെ അവര് അങ്ങനെ അധ്വാനിക്കുന്നത് 100 രൂപയുടെ ഒരു കിറ്റ്, അല്ലെങ്കിൽ റംബുട്ടാൻ, അതല്ലെങ്കിൽ നെല്ലിക്ക, അല്ലെങ്കിൽ പച്ചക്കറി കിറ്റ്, ഇതൊക്കെ ഇങ്ങനെ വാഹനത്തിന് കൈ കാണിച്ച് അവര് വിൽക്കാനുള്ള കാരണം അവരുടെ പിന്നിലൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ സന്തോഷവും അവർക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും പഠനത്തിനുമൊക്കെ ആവശ്യമായ സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രായമറിയിച്ച അന്ന് മുതൽ അധ്വാനിക്കുന്നവരാണ് ഒരു കുടുംബത്തിലെ പുരുഷൻ എന്ന് പറയുന്നത്. അതേ സമയം നമ്മൾ ആലോചിക്കേണ്ട മറ്റൊന്നാണ്, ഒരു കുടുംബത്തിലെ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുകയും തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും തൻ്റെ കീഴിലുള്ള മറ്റുള്ള ആളുകൾക്കും വേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ, അവർ ആ അധ്വാനത്തിലൂടെയും ആ ത്യാഗത്തിലൂടെയും അവർ ലക്ഷ്യം വെക്കുന്നത് തൻ്റെ ഇണയുടെയും തൻ്റെ സന്താനങ്ങളുടെയും അവിടെയുള്ള മാതാപിതാക്കളുടെയും അവരുടെ ക്ഷേമവും ഐശ്വര്യവും സന്തോഷവുമാണ്.
ആ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിനും ഇഷ്ടത്തിനുമൊത്ത് അവരുടെ മക്കൾ ജീവിക്കുകയാണ് എങ്കിൽ ആ കുടുംബമാണ് ഒരു സന്തുഷ്ട കുടുംബമായി മാറുക. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം ആ രൂപത്തിലുള്ള ഒരു കുടുംബമാണോ എന്നതാണ്. പലപ്പോഴും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകേണ്ടതിന് പകരം ആ സന്തോഷവും സമാധാനവും ഒക്കെ എന്നോ നഷ്ടപ്പെട്ട ചില കുടുംബങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ വേണ്ടത്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. ആ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹമാണ്. വിവാഹം കഴിക്കുമ്പോൾ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും ആ കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് കുടുംബബന്ധം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. പലപ്പോഴും ഇന്ന് ഇസ്ലാമിക സംസ്കാരമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ സംസ്കാരത്തിന് നിരക്കാത്ത പല പ്രവണതകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 4 ആള് കൂടുന്ന ഒരു കല്യാണത്തിന് പോകാൻ കഴിയാത്ത രക്ഷിതാക്കള്. എന്താ കാരണം? ആൾക്കാർ ചോദിക്കുകയാണ്, നിന്റെ മോളാണില്ലേ അങ്ങനെ ചെയ്തത്, നിന്റെ മോനാണില്ലേ ആ ചെയ്തത് എന്ന ചോദ്യം അത് അഭിമുഖീകരിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഒരിക്കലും 4 ആള് കൂടുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക. അങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ രക്ഷിതാക്കൾ. മാതാപിതാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കാത്ത പുതിയ ഒരു തലമുറ. തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള കേവലം ഉപകരണങ്ങൾ മാത്രമായി മാതാപിതാക്കളെയും മറ്റുള്ളവരെയും കാണുന്ന അത്തരത്തിലുള്ള പുതിയ ഒരു സമൂഹം. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ. നമുക്കൊക്കെ അല്ലാഹു തആല സന്താനങ്ങളെ നൽകിയവരുണ്ട്, നൽകാത്തവരുണ്ട്. ആ മക്കളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മതപരമായ ചിട്ടയോടുകൂടെ അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നവരാണോ എന്ന് ആലോചിച്ച് നോക്കി. ഈ മക്കള് അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹത്തെ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കോ ഇല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ എനിക്കുണ്ട് 10ഉം 15ഉം ഒക്കെ വയസ്സായ മക്കള്. ഞാനിപ്പോ ഇന്നങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോള് അല്ലെങ്കിൽ ഞാന് സ്വർഗത്തിൽ ഒരുമിച്ചുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. ഈ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട നിശ്ചലത എന്നാണ് മരണത്തെക്കുറിച്ച് പറയാം. ആ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ മക്കളോ നമ്മുടെ ഇണകളോ ഒക്കെയായി നമുക്ക് സ്വർഗത്തിലെത്താൻ അവിടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പത്തെ ഒരു കണ്ടീഷനിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാണ്. എൻ്റെ മോള് നിസ്കരിക്കാത്ത മോളാണെങ്കിൽ, എൻ്റെ മോൻ നിസ്കരിക്കാത്ത മോനാണെങ്കിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഞാൻ എന്നാണ് മരിച്ചാല് നിസ്കരിക്കാത്ത എൻ്റെ മോളാണെങ്കിൽ പരലോകത്ത് ഞാൻ സ്വർഗത്ത് പോയ എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? എന്തിനാ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. നമ്മളെ സമ്പാദ്യം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മൾ ഓരോ ഘട്ടത്തിലും അവരുടെ വളർച്ച ഇങ്ങനെ ഉന്നം വെച്ച് അവരുടെ വിജയങ്ങൾ നമ്മൾ ആസ്വദിച്ച് ഓരോ ഘട്ടവും നമ്മൾ നോക്കിക്കാണുമ്പോഴും നമ്മുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ നമ്മളെ മരിച്ചു കഴിഞ്ഞാല് ആ മക്കളെ നമുക്ക് തിരിച്ചിട്ടോ എന്ന് ആലോചിച്ചു. അതുണ്ടാവണ്ടേ? അതുണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഏതാനും നുറുങ്ങുകളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. പരലോകത്ത് നമ്മുടെ മക്കൾ വേണം, ഇഹലോകത്തും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി പറഞ്ഞു. 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയാ, അല്ലാഹ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് പറഞ്ഞെന്താ? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ പറഞ്ഞു കൊടുക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്?
നമ്മൾ പ്രാർത്ഥന വേണം, നിരന്തരം പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? ആ പ്രാർത്ഥന തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഇപ്പൊ ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്രയോ പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിക്കണോന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയായിട്ട് അല്ല പറയാ, അവൻ നിരന്തരം പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വല്ലദീന യഖൂലൂന, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു തആല പറയുന്നത്, അവരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും: റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. ധർമ്മനിഷ്ഠ പാലിക്കുന്ന നല്ല നല്ല ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണേ എന്ന പ്രാർത്ഥന, ഇത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുകയും, ഇവിടെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയും സന്തോഷവും ഉണ്ടാകണമെന്നും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അധ്വാനിക്കുന്നത് അവരുടെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മുഖേന അവരുടെ സന്തോഷവും സുഖമൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാതാവ് അല്ലെങ്കിൽ ഭാര്യ തൻ്റെ ജീവിതത്തിൽ അധിക സമയവും തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു വീട്ടിൽ ആദ്യം ഓണാകണത് അതേ കാരണം, എത്രയേ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സംതൃപ്തിയും സന്തോഷവും തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ മക്കൾ തങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷം നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ആ കുടുംബം ഒരു സന്തുഷ്ട കുടുംബമായി മാറുക എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടായി സഹോദരങ്ങളെ. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ, ഈ പ്രാർത്ഥനയും ഈ രൂപത്തിലുള്ള ചിന്തകളൊന്നും ഇല്ലെങ്കിൽ, സ്വന്തം മക്കളിൽ നിന്ന് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. സ്വന്തം ഇണകളിൽ നിന്ന് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. സ്വന്തം മക്കളിൽ നിന്നും സ്വന്തം ഇണകളിൽ നിന്നും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. നമുക്ക് ആലോചിക്കാൻ കഴിയും. അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. എൻ്റെ മകൻ എൻ്റെ ശത്രുവായി മാറും. എൻ്റെ ഇണ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ശത്രുവായി മാറും. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതാവാനുള്ള കാരണമായിട്ട് ഒരുപാട് കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശത്രുക്കൾ ആകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി ധാർമ്മികമായ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ സൂചിപ്പിക്കാറുണ്ട്. ഒരു സഹോദരനോട് പറഞ്ഞതാ, പാലക്കാട് ജില്ലയിലെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്ന സുഹൃത്താണ്. നാട്ടിൽ വന്നപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കണ മോനോട് ചോദിച്ചു, മോനെ നിന്റെ ഹോസ്റ്റലിലെ ക്യാമ്പസിലെ വിശേഷം എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, വാപ്പ കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ഹോസ്റ്റലിൽ 11 ആൾക്കാരുണ്ട്. 11 ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 11 ആൾക്കാർ. അപ്പൊ വാപ്പ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 11 ആളുകളും ഒരു വീടെടുത്ത്, ഒരു റെന്റിനൊരു വീടെടുത്ത് 11 ആൾക്കാരും അങ്ങനെ ക്യാമ്പസിന്റെ അടുത്ത് താമസിക്കുകയാണ്. അതിൽ 11 ആളുകളും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെ ഒരു റൂമിലാണ് നമ്മളെ മക്കളുള്ളത് എങ്കിൽ നമ്മളെ മാനസികാവസ്ഥ എന്തേക്കാരം? ആ വാപ്പ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിന്ന് അല്പം ഹിക്മത്തോടുകൂടെ ആഗ്രഹം കൊണ്ട് മോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ 11 ആൾക്കാരും മദ്യപിക്കുന്ന ആൾക്കാരായിട്ട് എങ്ങനെയാണ് എൻ്റെ മോൻ അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടിടക്കണത്? അപ്പൊ ആ മോൻ പറഞ്ഞ മറുപടിയാണ്, ആ മോൻ പറഞ്ഞ്, വാപ്പ നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ അതിൽ പെടാറില്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ എന്നെ പള്ളിയിലേക്ക് നമ്മൾ കുടുംബസമേതം ജമാഅത്തിന് പോകാറുണ്ട്, ജുമാ ജമാഅത്തിന് പോവലുണ്ട്. നിങ്ങൾ ഇന്നെ അതിന് കൊണ്ടുപോയിട്ടുണ്ട്, മദ്രസയിൽ നിങ്ങളിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. CRE ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ
അതിൽ ക്ലാസ് ബെല്ലടിക്കണതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുന്നേ ക്ലാസ് നിർത്തിയിട്ട് ഉസ്താദ് ചില സംഭവങ്ങൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഖുതുബയിൽ ചില ആനുകാലിക സംഭവം പറയും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതങ്ങനെ ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങൾ മദ്യപിച്ച് വേച്ച് നടക്കുമ്പോഴും ലഹരി ഉപയോഗിച്ച് നാക്ക് കൊഞ്ഞച്ച് തെറിവാക്കുകൾ പറയുമ്പോഴും അവരിങ്ങനെ കണ്ണ് കലങ്ങി അലക്ഷ്യമായി നടക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, പടച്ചോനെ അന്ന് ആ പറഞ്ഞത് ഇതാണല്ലോ എന്നത്. അല്ലാഹു തആല പരിഹാരമായിട്ട് പറഞ്ഞെന്ന്, മക്കൾ നന്നാവാൻ പരിഹാരമായി പറഞ്ഞെന്ന ഒരേ ഒരു മാർഗ്ഗം ഇതാണെന്ത്? വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നിരന്തരം ഉത്ബോധനം നൽകുക, നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഇല്ലേ ആ മക്കൾ നമുക്ക് എതിരാകുമെന്നാണ്. എതിരാകും. വാപ്പ നല്ല ഉഷാറാണ്, വാപ്പ നന്നായി എന്നതുകൊണ്ട് ആ വാപ്പാന്റെ കെയർ ഓഫിൽ മക്കള് സ്വർഗത്ത് പോകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വാപ്പ, ആ വാപ്പ സ്വർഗത്ത് പോകുമ്പോ അവിടുത്തെ മകൻ നരകത്തിലാ പോകുന്നത്. വാപ്പാന്റെ വഴിക്ക് വന്നില്ല. ഇനി മകൻ നല്ല ആളായി, വാപ്പ രക്ഷപ്പെടും ആ കെയർ ഓഫില്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മകൻ സ്വർഗത്ത് പോകുമ്പോ അവിടുത്തെ വാപ്പ നരകത്തിലേക്കാ പോകുന്നത്. ഭാര്യ നല്ലവളാണ്, എന്നാ ഭർത്താവ് കഴിച്ചിലാകോ? ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി നല്ലവളാണ്, ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ടതാ. പക്ഷെ ഫിർഔൻ നരകത്തിലേക്കാ പോകുന്ന ഭർത്താവ്. ഇനി ഭർത്താവ് നല്ലവനായി, ഭാര്യ രക്ഷപ്പെടോ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭർത്താവ് സ്വർഗത്ത് പോകുമ്പോ അവിടുത്തെ ഭാര്യ നരകത്തിലേക്കാ പോകുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു തആല ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, നമ്മൾ നമ്മുടെ ശരീരത്തെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ആദ്യം നമ്മൾ സ്വയം രക്ഷപ്പെടുത്തണം. നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ അതിന് വേണ്ട സംഗതി ദുനിയാവിൽ നമുക്ക് അല്ലാഹു തആല കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കൂല. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചയും കേൾവിയും ഒന്നുമല്ല, മറ്റൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്താനങ്ങൾ നമ്മുടേതാവാൻ, അല്ലെങ്കിൽ അവർ നമുക്ക് എതിരാകാതിരിക്കാൻ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഗാബുനിലെ 14-ാമത്തെ വചനത്തിൽ കൃത്യമായി പഠിപ്പിക്കുക. ഞാൻ നിങ്ങൾ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് അല്ലാഹ് പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ഒരു തരം ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു തആല ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ നമുക്കെതിരാവാതിരിക്കാൻ അവർക്ക് വേണ്ടിയല്ലേ അധ്വാനിച്ചത്. എന്തും സഹിക്കുന്ന മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിൻ്റെ പേരിൽ സന്താനം നിലനിന്ന് കാണേണ്ടതിനായി സമ്പാദ്യമെല്ലാം ത്യജിക്കും മനുഷ്യൻ. എല്ലാം ത്യജിക്കുകയാണ്, എന്തും സഹിക്കുകയാണ്. ഈ മക്കൾ നാളെ പരലോകത്ത് നമുക്കെതിരായി തീരുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാരണങ്ങൾ പലതാണ്. മക്കളെ, ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, ഒരു ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ഒരു കുടുംബത്തെ, ഒരു മകനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, ആ ബന്ധങ്ങൾ സുദൃഢമാക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ആദർശം ഭദ്രമാക്കി വളർത്തേണ്ടതിൻ്റെ പ്രായത്തെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എന്നാണ്. മക്കളെ പ്രായം അങ്ങനെയാണ്. ഇമാം ഗസാലി പറയുന്നത്, ജനിച്ചത് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം ലാഇബുഹും സബ്അ എന്നാ പറഞ്ഞത്. കുട്ടികളോടൊപ്പം കളിക്കണം. പ്ലേ സ്കൂളുകളൊക്കെ കണ്ടില്ല നമ്മള്, കുട്ടികളോടൊപ്പം കളിക്കേണ്ട ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ അവരോടൊപ്പം കളിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ വാപ്പ ബൈക്ക് ഓട്ടണ വാപ്പയാണെങ്കിൽ കുട്ടിയും ബൈക്ക് ഓടിക്കണ പോലെ കാണിക്കും. അവരിങ്ങനെ വാപ്പാനും ഇമ്മാനും അനുകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ നിന്ന് കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ. ആ സമയത്ത് തെറി പറയരുത്. നേരത്തെ പറഞ്ഞില്ലേ യൂസുഫ് അലി സ്വലാഹി, വാപ്പയമ്മ അടി കൂടുന്ന ആളുകളാണെങ്കിൽ മക്കൾ അങ്ങനെ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് ദുശീലങ്ങൾ അവർ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ക്യാമ്പസുകളിൽ അവർ അത് പ്രയോഗിക്കുന്നുണ്ട്. എവിടുന്നാ പഞ്ച കുട്ടിക്ക് ഇത് കിട്ടിയത് എന്ന് ആലോചിച്ച് നമ്മൾ അന്തം വിട്ടിട്ട് കാര്യമല്ല. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ വായിന്ന് വന്ന വാക്കുകളായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റമായിരിക്കാം. അപ്പൊ ആ മക്കൾ നമ്മളിൽ നിന്ന് കാണേണ്ടതേ കാണാവൂ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികള്
അവർക്ക് ഇസ്ലാമികപരമായ അല്ലെങ്കിൽ നന്മയുള്ള സദസ്സുകളിലും അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ അവരുണ്ടാകണം. പള്ളിക്ക് വരുമ്പോഴേ ചില ആൾക്കാർ പറയും, എന്തിനാ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരണേ? അവർ സുഫ് കൂടി ഇങ്ങനെ ഓടൂലേ? ഓടിക്കോട്ടെ. അള്ളാന്റെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഖുതുബ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ള മെമ്പർ വന്നിറങ്ങി. കുട്ടികളെ കണ്ടപ്പോ കുട്ടികളെ എടുത്തു, കുട്ടികളെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ള അങ്ങനെ സുജൂദിൽ കിടക്കുക. കുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ കയറി സുജൂദ് ദീർഘിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരക്കുട്ടികളെ കയ്യും കാലും ഇങ്ങനെ കുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ പുറത്ത് കയറ്റും. ആന കളിക്കുന്ന പോലെ, കുതിര കളിക്കുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോകും. സഹാബത്ത് ചോദിക്കും, നിഅമൽ മർക്കബു യാ ഉലാം, എത്ര നല്ല വാഹനമാണ് മക്കളെ നിങ്ങളെ വാഹനം. അള്ളാന്റെ പ്രവാചകന്റെ പുറത്തല്ലേ കയറിയിട്ടുള്ളത്? ഒരുപക്ഷെ അവർ സൊഫിലൂടെ ഓടും, അവരവിടെ കളിക്കും, ശബ്ദം ഉണ്ടാക്കും. അതിന്റെ ഗൗരവം ഒന്നും അവർക്ക് അറിയില്ല. പക്ഷേ ഇതെന്റെ ലൈഫിന്റെ ഭാഗമാണ്, എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പള്ളിയും നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യവും ഒക്കെ ഞാൻ ചെയ്യേണ്ടതാണുള്ളത് അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിയും. പ്രീ സ്കൂളിന്റെ ഒക്കെ പഠന മെത്തേഡ് അങ്ങനെയല്ലേ? നമ്മളിങ്ങനെ അൽഫിത്ര അൽമനാർ പോലുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികൾ സൈക്കിളോട്ടായിരിക്കും, അവരിങ്ങനെ പഠിക്കുന്നുണ്ടാവും. 2 ടീച്ചർമാർ അവിടെ ഉണ്ടാകുക. ഒരു ടീച്ചർ എന്ത് ചെയ്യും, ഇങ്ങനെ ഏറ്റു പറയും, ചൊല്ലിക്കൊടുക്കണം. മറ്റേ ടീച്ചർ ഇങ്ങനെ പറയും, ഹംസ ഫത്ഹ ആ, ഹംസ കസ്റ എ, ഹംസ ലമ്മ ഓ, ആ ഇ ഉ, ഹംസ ഫത്ഹ അലിഫ് മദ് ആ, ഹംസ ലമ്മ വാവ് മദ് ഓ ഇ, ഹംസ ലമ്മ വാവ് മദ് ഓ, ആ ഇ ഉ. ഇങ്ങനെ അതിങ്ങനെ പറയുമ്പോ കുട്ടികൾ ഇങ്ങനെ അത് കേൾക്കുന്നുണ്ടാവും. ഓലെ മനസ്സിലതിങ്ങനെ ഉണ്ടാവും. ഓലെ എപ്പോഴെങ്കിലും ഒക്കെ അത് എടുക്കും. ഞാൻ പറയണത് കേൾക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട് നമ്മളെടുത്തുനിന്ന്, അത് ആ സമയത്ത് കേൾക്കണം. രണ്ടാമത്തെ ഘട്ടമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്നാണ്. നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കളെ പരിവർത്തിപ്പിക്കേണ്ട പ്രായത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെ പറയാറ്. ആ പ്രായത്തെക്കുറിച്ച് പറഞ്ഞത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം. അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, നല്ലതും ചീത്തയും പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അവരെ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം എന്നാണ്. ആ ബന്ധങ്ങൾക്ക് വലിയ പവിത്രതയുണ്ട്. വാപ്പിയമ്മയും തമ്മിലുള്ള ബന്ധമല്ലേ? ബന്ധങ്ങൾ 2-3 തലങ്ങളിലുണ്ട്. രക്തബന്ധങ്ങളുണ്ട്, അതേപോലത്തെ വിവാഹ ബന്ധമുണ്ട്, ആ രൂപത്തിൽ മുലകുടി ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരുപാട് 2-3 തലത്തിലുള്ള ബന്ധങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഈ ബന്ധം വലിയ പവിത്രമായ ബന്ധമാണ്. ആ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കുടുംബ പരമ്പര നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കുടുംബ പരമ്പര പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മൾ കുടുംബ പരമ്പര പറഞ്ഞു കൊടുക്കും. നമുക്ക് ബന്ധങ്ങൾ പുതുക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും അവനാനിലേക്ക് ചുരുങ്ങിക്കൂടുക. ഒരേ ജ്യേഷ്ഠന്റെയും അഞ്ചന്റെയും മക്കൾ വരെ കണ്ടാ മുണ്ടൂല. അദബ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആ സമയത്ത് നമ്മളെ പരമ്പര പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നല്ലതെന്താണ് ചീത്ത എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. കാരണം ആ പ്രായത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ കുട്ടിന്റെ ലാംഗ്വേജ് സ്കില്ല് ക്ലിയർ ആക്കണോ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കൊടുത്താൽ മതി, ക്ലിയർ ആകും. അവൻ ആ സമയത്ത് ഹാഫിളാക്കണോ ആ സമയത്ത് കൊണ്ടുപോയി ചേർത്താൽ മതി, അവനെ ഹാഫിളാകും. ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്ന സമയമാണത്. ആ സമയം വളരെ പ്രധാനപ്പെട്ടത്. എൻ്റെ നിങ്ങളൊക്കെ സ്വഭാവം രൂപീകരിച്ചത് ഈ 10-15 വയസ്സിന്റെ ഉള്ളിലാ. ബാക്കി ഒരു 25 വയസ്സാകുമ്പോൾ നമ്മൾ അപ്പോഴേക്കാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മൾ പിന്നെ നമ്മളൊക്കെ സ്വഭാവം രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ നമ്മൾ നല്ലതും ചീത്തയും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. കാരണം ആൺകുട്ടികൾ മദ്രസയിലൊക്കെ പോകാനൊക്കെ അവസരം ഉണ്ടാകും. മദ്രസയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയിട്ട് ഉപദേശമൊക്കെ കേൾക്കും. പക്ഷെ ഇന്ന് നമ്മുടെ മക്കളിൽ മഹാഭൂരിഭാഗവും പെൺകുട്ടികൾ പണ്ട് മദ്രസയിൽ നിന്ന് ദീന് കേട്ടതല്ലാതെ പിന്നെ ഒരിക്കൽ പോലും അവർ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നില്ല. പല ആൾക്കാരും അവരും ഇങ്ങനെ ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ച് പോകുന്നുണ്ട്. 2 മീറ്റർ ശീലൊക്കെ ചിലപ്പോൾ ഒരു കോളിഫ്ലവർ ചിറ്റിയമാതിരി ചിറ്റിയിട്ട് ഒരു കോഴിക്കൂട് ഉണ്ടാക്കാനുള്ള ആണിയൊക്കെ പോലെ തലയിലിട്ടാകും. അങ്ങനെയൊക്കെ ചിറ്റി കെട്ടിയിട്ടുണ്ടാവും. എന്തിനാ ഞാനിത് ഇട്ടതെന്ന് ഓൽക്ക് അറിയില്ല. ഒരു ചാനലേരം വന്നിങ്ങനെ ചോദിക്കുകയാണ്, ഒരാള് ഒരു വടിയും പിടിച്ചാണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ വേഷം ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണോ അതല്ല നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കണം? അങ്ങനെ ആയിപ്പോയില്ലേ എന്നാ പറയാം. എന്തിനാണ് ഇതെനിക്ക് സുരക്ഷിതത്വമാണോ, ഞാൻ എന്തിനാ മഫ്തട്ടത്, ഞാൻ എന്തിനാ തല മറക്കുന്നത് എന്ന് ഇത് മറക്കണ കുട്ടിക്ക് അറിഞ്ഞൂടാ. എന്താ അറിയാത്തത്? അത് പഠിച്ചില്ല. അതറിയാൻ, അത് പകർന്നു നൽകാൻ, അതിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട്.
പക്ഷെ നമ്മൾ അതൊന്നല്ല. നമ്മൾ എന്ത് ചെയ്യുക? കേവലം ഭൗതികമായ കൗതുകങ്ങളുടെ പിന്നാലെ പോവുക. അങ്ങനെ ഒരു 14 വയസ്സ് 15 വയസ്സ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപരിപഠനം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെയും വാപ്പാനെയും വേണോ? അവർക്ക് പിന്നെ ബന്ധങ്ങളുടെ പവിത്രത അറിയില്ല. മൈ ബോഡി മൈ ചോയ്സ് എന്താണ്? എൻ്റെ ശരീരം എനിക്കുള്ളതാണ്, അത് ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. എനിക്ക് എൻ്റെ ജീവിതം ഒരു ജീവിതമുള്ളൂ, അത് പരമാവധി ഞാൻ അടിച്ചു പൊളിക്കുകയാണ്. ഉമ്മ വാപ്പ ബന്ധങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം വരെ വേണ്ട എന്ന്, ലിവിങ് ടുഗദറുകൾ മതി എന്ന. ഇന്ന് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാലാണ് ഇന്ന് കല്യാണങ്ങൾ വേണ്ട നിൽക്കുന്നത്. പ്രായപൂർത്തി എത്തിയ മക്കള് കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയാണ് കല്യാണം വേണ്ട. എന്താ കല്യാണം വേണ്ടെന്ന് അറിയാൻ കാരണം? ഒരു ടീച്ചർ അവരുടെ അനുഭവം പറയണ്ടായി. 2 മക്കളാണ് ടീച്ചർക്കുള്ളത്. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ മൂത്ത മോള് എന്നും വന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പരാതി പറയും, ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയും. എനിക്ക് അവിടെ സുഖമല്ല, മുപ്പര് അങ്ങനെയാണ്, ഭർത്താവിൻ്റെ അമ്മ എങ്ങനെയാണ്, അങ്ങനെ എങ്ങനെയാന്ന്. ഇത് കേട്ട അനിയത്തി വിചാരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു മാറാപ്പെടുത്തുങ്ങാണ്ട് തലയിൽ വെക്കണത്? ഞാനും കല്യാണം കഴിഞ്ഞാൽ ഈ ഒരു ഇടങ്ങാറല്ലേ ഈ കാരം, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല, അമ്മാനോട് അറിഞ്ഞ കെട്ടിക്കണ്ട. അപ്പൊ ഉമ്മ പറയാണ്, ഞാനുള്ള കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടാകൂല, എനക്ക് കുറച്ചൊക്കെ ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടാകും, അതുകൊണ്ട് കഴിയില്ല. അപ്പോ മോള് പറയണത്, അതൊന്നുമില്ല, അന്ന് അങ്ങനത്തെ ആൾക്കാരൊക്കെ സംരക്ഷിക്കാൻ സർക്കാർ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടായിക്കോളും, അപ്പൊ ഞാൻ നോക്കിക്കോണ്ട്. കാരണം ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നല്ലതല്ലാത്ത പല രൂപത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറ അതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനൊക്കെ എന്തിനാപ്പോ ഒരാളെ കീഴിൽ ഞാൻ ജീവിക്കേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ മാതൃകാപരമായ ഒരു ജീവിതം ജീവിക്കാൻ ഇന്ന് പലപ്പോഴും സാധിക്കുന്നില്ല പല ആൾക്കാർക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സ്വൈര്യവും ഇല്ല. അതില്ലാതാകുന്നത് എന്താ? യഥാർത്ഥ കുടുംബജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാരണം അതാണ്. മറ്റൊന്ന് അതിരുവിട്ട സ്വതന്ത്ര ചിന്തയാണ്, ലിബറൽ സംസ്കാരമാണ്. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല. എന്തിനാ കല്യാണം, എന്തിനാ മക്കള്? അതൊരു വല്ലാത്ത പൊല്ലാപ്പല്ലേ. അതുകൊണ്ട് 6 മാസം ഒരാളൊപ്പം കഴിയുവാണെങ്കിൽ നല്ല ചെൽക്കാണോ അങ്ങനെ പോകാം, ഇല്ലേ പിരിയാം, ലിവിങ് ടുഗദറുകൾ മതി എന്ന ഇങ്ങനെ ചിന്തിക്കുക. ലിബറൽ സംസ്കാരങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് പറ്റിയ നിയമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരിക്കലും എന്തും ഉണ്ടാവില്ല, സമാധാനം കിട്ടൂല. സമാധാനം കിട്ടണമെങ്കിൽ ഈ മനുഷ്യൻ എന്ന പ്രൊഡക്റ്റ് അത് അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്, അത് ഉറപ്പാണല്ലോ. സൃഷ്ടാവായ ദൈവം തമ്പുരാൻ, ജഗന്നിയന്താവായ അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു പടപ്പാണ് നമ്മള്. മനുഷ്യൻ പഠിച്ചതല്ല, അള്ളയാണ് നമ്മളെ പഠിച്ചത്. നമ്മളെ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് പറയാണെന്ത്? നിങ്ങളെ സൃഷ്ടിച്ചതിലൂടെ എന്താണ് അള്ളാഹ് ലക്ഷ്യം വെക്കുന്നത്? സൂറത്തുർ റൂമില് വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതാ പറഞ്ഞത്. അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നത് നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു രക്ഷിതാവുണ്ട് എന്നതിനുള്ള തെളിവാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നത്. ആണുമായിട്ടല്ല, പെണ്ണുമായിട്ടല്ല, ആണിനെയും പെണ്ണിനെയും ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ജഗന്നിയന്താവായ റബ്ബുണ്ട്, രക്ഷിതാവുണ്ട് എന്നതിനുള്ള തെളിവാണ്. സൗജ്, സിവാജ് എന്ന പദം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതേ ഡിക്ഷണറികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടിച്ചേർന്ന് ഒന്നായത് എന്നതാണ്. ഇസ്ലാം കൃത്യമായിട്ട് ആ വിവാഹ ജീവിതത്തെക്ക് എങ്ങനെ പഠിപ്പിക്കുന്നത്? സൗജ്, സിവാജ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിച്ചേർന്ന് ഒന്നായത്. ഒരാൾ താങ്ങാകുമ്പോ മറ്റേ ആൾ തണലാവണം, താങ്ങും തണലുമായി ഇണയും തുണയുമായി ജീവിക്കണം എന്നാ. ഭാര്യ എന്ന് പറഞ്ഞാല് ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. അങ്ങനെ ഒരു പ്രയോഗമല്ല, ഇണ എന്നാണ്. ആ ഇണയും തുണയുമായിട്ട് ജീവിക്കണം. എന്നിട്ട് എന്തിനാ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി. ഭാര്യക്ക് സമാധാനം ഉണ്ടാവണം, ഭർത്താവിനും സമാധാനം ഉണ്ടാവണം, ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം. അതുണ്ടോന്ന് ആലോചിച്ച് നോക്കി. അതില്ലാത്തത് എന്തുകൊണ്ടാ? അത് ഉണ്ടാവാൻ ഒരുപാട് മാർഗം ഇസ്ലാം പഠിപ്പിച്ചെന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു,
നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ആലോചിച്ചു. ഞാനിത് പറയുന്നത് ഒരു 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, നമ്മളെ മദ്രസ തലത്തിലുള്ള പ്രായമാണത്. ആ പ്രായത്തിൽ നമ്മൾ ഫിഖ് പഠിപ്പിക്കലുണ്ട്, സ്വഭാവം പഠിപ്പിക്കലുണ്ട്, വിശ്വാസം പഠിപ്പിക്കലുണ്ട്, താരീഖ് പഠിപ്പിക്കലുണ്ട്. ഇതിലൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണത് എന്തിനാ? അപ്പം ആ പ്രായത്തിൽ എന്തിനാ അത് പഠിപ്പിക്കണത്? അതവിടെ മനസ്സിലുണ്ടാവണം, അവരെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ശേഷം നമ്മൾ കുടുംബത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതിൻ്റെ പ്രാക്ടിക്കലായ വശം നമ്മുടെ കുടുംബത്തിൽ കാണണം. പക്ഷെ അത് മാത്രം ഉണ്ടാവില്ല, പ്രാക്ടിക്കലായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ്. അതാണ് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഭാര്യക്കും ഭർത്താവിനും സമാധാനം ഉണ്ടാവണം, കുടുംബജീവിതത്തിലും സമാധാനം ഉണ്ടാവേണ്ടത്. പ്രണയിച്ച സമാധാനം കിട്ടൂല എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പ്രേമം കൊണ്ട് സമാധാനം ഉണ്ടാവും, ടെൻഷനല്ലേ സമാധാനം ഉണ്ടാവില്ലല്ലോ, ടെൻഷനാണല്ലോ. ഉമ്മാനെയും വാപ്പാനെയും പറ്റിച്ചു തുടങ്ങിയത് പലപ്പോഴും സൂചിപ്പിച്ചപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാ. നമ്മളെ കുട്ടിയൊക്കെ അത് അറിഞ്ഞുകൂടാ, നമ്മൾ അത് പറഞ്ഞു കൊടുക്കണ്ടേ. ഒരു വാപ്പ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കല്യാണമൊക്കെ അറേഞ്ച് ചെയ്ത കല്യാണം നടക്കാനുള്ള ദിവസമായ സമയത്ത്, കുറച്ചൊക്കെ ദിവസമായപ്പോൾ ആ കുട്ടി പറയാണ്, ഞാൻ ആ കല്യാണം കഴിക്കൂല, ഞാൻ 2 വർഷമായിട്ട് ഒരാളോട് പ്രണയത്തിലാണ്, ആ വിവാഹം ഞാൻ കഴിക്കുള്ളൂ എന്ന് മോള് പറയാം. അപ്പൊ വാപ്പ ചൂടായി, എന്താ ജി പറഞ്ഞത്, തെറ്റല്ലേ? എന്ത് തെറ്റാപ്പയിലുള്ളത് എന്നാണ് മോള് ചോദിച്ചത്. അപ്പൊ വാപ്പ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അവസാനം അമ്മമാരെ കൊടുന്നു, അമ്മമാര് കുറെ ഉപദേശിച്ചു നോക്കി, ശരിയാകണില്ല. അവസാനം ഈ സുഹൃത്തിനോട് പറയാണ്, മോളെ ഒന്ന് ഉപദേശിക്കണം. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, ഞാൻ കൗൺസിലർ ഒന്നുമല്ല, ഖുർആന്റെ ആയത്തും ഹദീസൊക്കെ എനിക്കറിയാം, വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞു നോക്കിക്കോളാം. വരാൻ പറഞ്ഞു. ആ കുട്ടി വന്നു, കുട്ടിന്റെ അമ്മയും വന്നു. കുട്ടി കുറച്ച് മുന്നിലിരുന്നു, ഉമ്മ കുറച്ച് ബാക്കിലിരുന്നു. കുട്ടീനോട് ഇങ്ങനെ ചോദിക്കും, മോളെ ഇതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റാപ്പയിലുള്ളത് എന്നാ എല്ലാരും പറയണ. ഉസ്താദ് ഇത് തെറ്റാണ്. എന്ത് തെറ്റാണുള്ളത്? 2 വർഷമായിട്ട് ഞാൻ പരിചയമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അയാൾ ഞാൻ നോക്കുമെന്ന് എനിക്കറിയാം. ഇതിപ്പോ ഒറ്റ കാഴ്ചക്ക് കണ്ട ഇയാളെ ഞാൻ എന്ത് ഉറപ്പാ എനിക്കുള്ളത്? ഇത് തെറ്റാണെങ്കിൽ നീ ഒഴിവാക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ആ റെഡിയാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നെ ഞാൻ ഒഴിവാക്കിക്കോളാം. അപ്പൊ ഈ മോളോട് പറയണം, മോളെ ഞാനൊരാണാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെയും സൂറത്തു ഹുജറാത്തിലെയും സൂറത്തു നൂറിലെയും ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ഈ മോളോട് ഇങ്ങനെ പറയാണ്, മോളെ ഞാനൊരാണാണ്, എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മ ഒരു പെണ്ണാണ്, എൻ്റെ അമ്മാനെ എനിക്ക് കല്യാണം കഴിച്ചൂടെ? വിവാഹ ജീവിതത്തിൽ എല്ലാ സംഗതി എനിക്ക് കിട്ടൂലേ? അയ്യ അതെങ്ങനെ ശരിയാകുക? അത് ശരിയല്ലല്ലോ. എന്താ ശരിയല്ലാത്ത? ആൾക്കാർ കളിയാക്കും വിചാരിച്ചോണ്ടാ? ആളുകൾ കളിയാക്കിയാൽ 2-3 ദിവസം 1 മാസമൊക്കെ കളിയാക്കുന്നല്ല, പിന്നെന്താ ആൾക്കാർക്ക് വേറെ നോക്കല പണി? അതൊന്നുമില്ലല്ലോ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാ പറ്റാത്ത. എനിക്ക് നിന്റെ അതേപോലെ ഒരു സഹോദരി ഉണ്ട്, ഒരു പെങ്ങളുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചുകൂടെ? എന്നാൽ എനിക്ക് വിവാഹ ജീവിതത്തിലെ എല്ലാ ഭൗതികമായ എല്ലാ സംഗതി എനിക്ക് ഉണ്ടാവൂലേ? ആളുകൾ പരിഹസിക്കുന്നു വിചാരിച്ചോണ്ടാ? അല്ലല്ലോ. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി അല്ല പറഞ്ഞത്, നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് പറഞ്ഞതാണ്. നിങ്ങൾ ഒരിക്കലും സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നത്. ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒരേ സമയം വിവാഹം കഴിക്കാൻ പാടില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനാണ്. ഇതൊക്കെ പറഞ്ഞ ആ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യകളും ആ ആയത്തുകളൊക്കെ ഇങ്ങനെ വെച്ച് അതിന്റെ വിശദീകരണം എന്നോണം ഈ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, മോളെ രഹസ്യമായ കാമുകന്മാർ ആ രൂപത്തിൽ വേൾക്കാൻ പാടില്ല. അത് ഒരു വഞ്ചനയിലൂടെ തുടങ്ങുന്ന ബന്ധമാണത്. സ്വന്തം മാതാവിനെയും പിതാവിനെയും കബളിപ്പിച്ച് തുടങ്ങിയ ഒരു ബന്ധാണത്. ഉമ്മാന്റെ തൃപ്തിയിലാണ്, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തിയുള്ളത്. അവരുടെ കോപത്തിലാണ് അവന്റെ കോപമുള്ളത്. അതുകൊണ്ട് അതൊരു ചതിയിൽ തുടങ്ങിയതാണ്, വഞ്ചനയിൽ തുടങ്ങിയതാണ്, ആളുകളെ പറ്റിച്ചു തുടങ്ങിയതാണ്. മാത്രമല്ല പ്രമാണം കൃത്യമായി പഠിപ്പിക്കുന്നു അത്തരത്തിലുള്ള രഹസ്യമായ ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നത്. ആ കുട്ടി ഇതിങ്ങനെ കേട്ടിരുന്നിട്ട് 2 മിനിറ്റ് നേരം കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ കരഞ്ഞിട്ട് ഈ സുഹൃത്തിനോട് പറയാണ്, ഉസ്താദെ നിങ്ങൾ എൻ്റെ വാപ്പാനോട് പറഞ്ഞോളി, അവർ പറഞ്ഞ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ്, ഇതെനിക്ക് അറിയില്ലേന്നു, എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ മക്കൾക്ക് പലതും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നല്ലതെന്താണ്, ചീത്ത എന്താണ്, ആരോടൊക്കെയാണ് കൂട്ടുകൂടേണ്ടത്, ആരോട് കൂട്ടുകൂടിക്കൂടാ.
നിന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണ്, നിന്റെ ശരീരത്തിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുമ്പോൾ നീ ഇന്ന ഇന്ന രൂപത്തിൽ ചെയ്യണം. ഇതൊക്കെ ആരെങ്കിലും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കാതെയാണ് നമ്മൾ ആ മക്കളെ വളർത്തുന്നത് എങ്കിൽ അവന് ട്യൂഷൻ നമ്മൾ പറഞ്ഞേക്കുന്നുണ്ടാവാം, ഫീസ് കൊടുക്കുന്നുണ്ടാവാം, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവാം, വസ്ത്രം കൊടുക്കുന്നുണ്ടാവാം, പാർപ്പിടം കൊടുക്കുന്നുണ്ടാവാം, ആവശ്യമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ റീചാർജ് വരെ ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് മാത്രം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ മക്കളും വരും. അവർ നരകത്ത് പോകാൻ കാരണക്കാർ നമ്മളാണ്. ആ മക്കൾ നാളെ പരലോകത്ത് വരൂലേ? അവരും വരും. വയാ തുറന്നും ബാപ്പാക്കെതിരിൽ ന്യായം പറഞ്ഞിടും അല്ലാന്റെ മുമ്പിൽ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും പറഞ്ഞ് നടന്ന ഈ മാതാപിതാക്കൾ പരിപൂർണ ദീനിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ച് തന്നില്ല വേണ്ടും വിധത്തിൽ. റബ്ബേ, എൻ്റെ ഉമ്മയും ബാപ്പയും മതത്തിന്റെ പേര് പറഞ്ഞ് നടന്നവരാണ്. അവരങ്ങനെ പല രൂപത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോഴും ഞങ്ങളിങ്ങനെ വഴിവിട്ട ജീവിതം നയിക്കുമ്പോ, തോന്നിയതുപോലെ ജീവിക്കുമ്പോ, ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങളിങ്ങനെ മഹറമില്ലാതെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുമ്പോ, അലക്ഷ്യമായിക്കൊണ്ട് അതിരുവിട്ട പല രൂപത്തിലുള്ള ബന്ധങ്ങളിലും ഞങ്ങൾ ആപതിക്കുമ്പോ, മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് ഒരിക്കൽ പോലും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ല എന്ന് റബ്ബിനോടെങ്ങാനും മക്കള് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ? ഒരു വാപ്പാനെ കുറിച്ച് നാളെ പാരത്രിക ലോകത്ത് റബ്ബിനോട് അതേ മക്കള് പരാതി പറയുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. റബ്ബേ, എന്റെ വാപ്പ ഇന്നേ വരെ ഒരു സുബ്ഹ് ജമാഅത്തിന് എന്നെ ഇതേവരെ വിളിച്ചുണർത്തിക്കൊണ്ടുപോയ ഒരു ഓർമ്മ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഒരു വാപ്പാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു മകനെങ്ങാനും റബ്ബിനോട് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ? എന്റെ ഉമ്മ ഇന്നേ വരെ ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല എന്ന് ഒരു മകനോ മകളോ റബ്ബിനോട് രക്ഷിതാക്കൾക്കെതിരെ പരാതി പറഞ്ഞാൽ എന്ത് മറുപടി പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ? എന്റെ ഉമ്മയും ബാപ്പയും ഇശാ നമസ്കാരത്തിന് ശേഷം സുബ്ഹിയാകുന്നതിന്റെ മുമ്പേ ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കുന്നത്, തഹജ്ജുദ് നമസ്കരിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ശീലം ഞങ്ങളെ ശീലിപ്പിച്ചിട്ടില്ല എന്ന് മക്കള് പരാതി പറഞ്ഞാൽ, റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുത്താൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? ഒരുപാട് ജുമുഅ ഖുതുബകൾ നടന്നിട്ട് വെള്ളിയാഴ്ച പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് ഉത്ബോധനങ്ങൾ നടക്കുമ്പോ, മക്കളെ നമുക്കൊന്ന് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ദീനിയായ ഉപദേശം കേൾക്കാൻ, അതല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാൻ ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയ ഓർമ്മ ഞങ്ങൾക്കില്ല എന്ന് മക്കൾ നാളെ പാരത്രിക ലോകത്ത് റബ്ബിനോട് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? അങ്ങനെ നരകത്തിൽ ഇങ്ങനെ ആപതിക്കുന്ന നേരത്ത് അവരിങ്ങനെ ആ നരകത്തിൽ തിരയുമത്രേ. അവർ നരകത്തിൽ ആപതിക്കാൻ കാരണക്കാരായ മുഴുവൻ ആളുകളെയും അവരിങ്ങനെ തെരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുമത്രേ, റബ്ബിനോട് വിലപിക്കുമത്രേ, നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ. റബ്ബേ, ഞങ്ങൾ നരകത്തിൽ ആപതിക്കാൻ കാരണക്കാരായ മാതാപിതാക്കളടക്കമുള്ള ആളുകളെ ഈ നരകത്തിൽ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് അവരെ ഈ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഞങ്ങളൊന്ന് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി, ഒരു ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മകനോ മകളോ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ സഹിക്കുമോ? സഹിക്കാൻ സാധ്യമല്ല. അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്, അവർക്ക് വേണ്ടിയാണ് ക്ഷീണിച്ചത്, അവർക്ക് വേണ്ടിയാണ് ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലവും നമ്മൾ വിനിയോഗിച്ചത്. പക്ഷേ അല്ലാഹു തആല പറയുന്നു, താക്കീത് നൽകുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ഒരുതരം ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. എങ്ങനെ ശത്രുക്കളാകാന്ന് മനസ്സിലായില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മക്കളെ കൃത്യമായി അവരെ ദീനിയായ ചിട്ടയോടുകൂടെ വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിരതമാവുക എന്നുള്ളത് തന്നെയാണ്. അതിന് ആദ്യം എന്താ വേണ്ടത്?
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സഹോദരങ്ങളെ, നമ്മൾ ആദർശം എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടോ നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആദർശം എന്താണെന്ന് അറിയോ നമ്മളെ മക്കൾക്ക്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചോണ്ട്, ആ പടച്ചോനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ച ഉപദേശമുണ്ട്. ആ ഉപദേശങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് പ്രവർത്തിക്കരുത്. ഇത് നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ആലോചിച്ച് നോക്കി. നമുക്ക് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പടച്ചോൻ കണക്കാക്കിക്കണമെങ്കിൽ അത് തട്ടി മാറ്റാൻ വേറൊരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. എനിക്ക് പടച്ചോൻ്റെ ഇടങ്ങേറ് തരാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതാര് വിചാരിച്ചിട്ടും കാര്യമില്ല, അള്ളാനെ കൊണ്ടല്ലാതെ അത് മാറ്റാൻ സാധിക്കൂല. അതാണ് ഓരോ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി അലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. പടച്ചോനെ, നീ തന്നത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടുത്ത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന കൃത്യമായ ആ ഒരു പ്രഖ്യാപനം, നിന്റെ വിധിയെ തടുക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളത് പടച്ചോൻ കണക്കാക്കിയതേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കളെ നമ്മൾ ഈ ആദർശം പഠിപ്പിക്കലുണ്ടോ? അത് പഠിപ്പിക്കണ്ടേ? ഇത് നമ്മൾ പഠിപ്പിക്കണം. അതിനുള്ള സംവിധാനങ്ങളാണ് CRE ക്ലാസ്സുകൾ എന്ന് അറിയുന്നത്. ഒരു 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടം വസ്വാഹിബുഹും സബ്അ എന്നാണ് മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ്. കൂട്ടുകാരെ പോലെ കൂടെ കൂട്ടണം എന്നാണ്. വസ്വാഹിബുഹും സബ്അ. വാപ്പുള്ളോടത്ത് മക്കളുണ്ടാവണം, ഉമ്മുള്ളോടത്ത് മോളുണ്ടാവണം. പലപ്പോഴും ഈ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഉപദേശങ്ങൾ കൊടുക്കൂല. മക്കളെ കേൾക്കാൻ നമ്മൾ റെഡിയാവണം എന്നാണ്. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറവായ സമയത്ത് രക്ഷിതാവ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ ചോദിച്ചു, മോളെ എന്താണ് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ്. എന്നാലും മാർക്കൊക്കെ കുറവാണല്ലോ, ഒരു പ്രയാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, മോളെ നിന്റെ ഏറ്റവും നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു. അതിൻ്റെ ഉമ്മയാണ്. നല്ല കാര്യമാണ്. എന്നിട്ട് ഉമ്മ നല്ല ഫ്രണ്ടായിട്ട് നീ എന്താ ചെയ്യാറുള്ളത്? ഞാൻ എൻ്റെ സ്കൂളിൽ നടക്കുന്ന ഓരോ പീരീഡ് നടക്കുന്ന സംഗതി എൻ്റെ അമ്മാനോട് പോയി പറയും. സ്കൂൾ വിട്ട് കഴിഞ്ഞാലും രാവിലെയൊക്കെ ഞാൻ പറയാറുണ്ട് എൻ്റെ അമ്മാനോട്. അത്രക്കും എനിക്ക് ഇഷ്ടമാണ് അമ്മാനോട്, എല്ലാ കാര്യവും പറയുന്നു. എനിക്ക് ആരോടാ ദേഷ്യം, ആരോടാണ് എൻ്റെ വീട്ടിൽ ആരോടാ അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പസിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരാണ്? അതും എൻ്റെ അമ്മാനോടാണ്. ഇതെന്തായാലും മോരും മുതരയും പോലെ രണ്ടും ശരിയാണില്ലല്ലോ. ഏറ്റവും നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉമ്മയാണ്, ദേഷ്യം ഉമ്മാനോട് തന്നെയാണ്. ഇതെന്താ സംഭവം? അപ്പൊ ഈ കുട്ടി പറയുന്നത്, സാറേ ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ എൻ്റെ അമ്മാൻ്റെ വൈത്താല നടന്ന് ഞാൻ ഇവിടെ നടന്ന ഓരോ സംഗതിയും, ഞാൻ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് എന്ന് വരെ ഞാൻ എൻ്റെ അമ്മാനോട് ചോദിക്കും. എല്ലാ കാര്യവും ഞാൻ പറയും, ഓരോരുത്തരെ കുറിച്ച് പറയും, ഓരോ പീരീഡ് നടന്ന സംഗതിയും പറയും. പക്ഷെ എൻ്റെ അമ്മ ഒന്ന് മൂളും കൂടി ചെയ്യൂല. എന്നാ കുട്ടി പറയാം, എൻ്റെ വീട്ടിലെ അടുക്കളയിൽ 2 പ്രഷർ കുക്കറാണ് ഉള്ളത്. ഒന്ന് ഉമ്മയാണ്, മറ്റേത് അടുപ്പത്തുണ്ടാകും. എന്തേലും ചോദിച്ചാൽ ഇങ്ങോട്ട് ചീറ്റുക എന്നതല്ലാതെ മറ്റൊന്നും അവിടെ അല്ല. ആ രൂപത്തിലാണ്. കാരണം മക്കൾക്ക് ഒരുപാട് സംഗതി പറയാണ്ട്, അവർക്ക് ഒരുപാട് സംഗതി അറിയാണ്ട്. നമ്മൾ നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ അവരൊന്ന് കേൾക്കാൻ റെഡിയാകുന്നില്ല എന്നത് മാത്രമല്ല, എന്തെങ്കിലും ചോദിച്ചാൽ ഇത് ചോദിക്കാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് ചീറ്റാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരെ വഴിയോരത്ത് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കേൾക്കാൻ ഒരു മെസ്സേജ് അയച്ചിട്ടോ ഒരു ഹായ് പറഞ്ഞിട്ടൊക്കെ വഴിയിൽ ഒരുപാട് ആൾക്കാർ കേൾക്കാണ്ട് അവരോട് പറയും. ഉമ്മാനോട് പറയാത്തതും വാപ്പാനോട് പറയാത്തതൊക്കെ അവരെ കാണാനും കേൾക്കാനും ഇരിക്കുന്ന ഒരുപാട്. അങ്ങനെയാണ് അവസാനം ആ ചതിക്കുഴിയിൽ പോയി പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ കേൾക്കണം, നല്ലതും ചീത്തയും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവരുടെ കൂട്ടുകാരെ പോലെ കൂടെ കൂട്ടണം എന്നാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത്, മക്കൾ എന്നത് അനുഗ്രഹമാണ്. റസൂൽ പറഞ്ഞത് അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദരിക്കണേ, സന്താനങ്ങളെ ആദരിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ ആദരിക്കണം. വഅഹ്സിനു അദബഹും, അവർക്ക് നല്ല സംസ്കാരം പഠിപ്പിക്കുകയും ചെയ്യണേ. ഒരു ഉമ്മയും ബാപ്പയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത്, അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, മാനഹല വാലിദുൻ വലദുഹു മിൻ നഹ്ലിൻ അഫ്ളലു മിൻ അദബിൽ ഹസൻ. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കലാണ്. ഇത് നമ്മൾ പഠിപ്പിക്കലുണ്ടോ എന്ന് ആലോചിച്ചു. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി ചെല്ലുക, അതൊരു നല്ല ബന്ധാണ്, നല്ലൊരു തുടക്കമാണ്.
സലാം പറയാം. പക്ഷെ അത് മാത്രം നമുക്ക് പറയാൻ തോന്നൂല, ബാക്കിയൊക്കെ പറയും. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഭാര്യനോട് ഭർത്താവ് സലാം പറയാം, മക്കളോട് സലാം പറഞ്ഞിട്ടും പോരാ, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയാം. നമ്മൾ അങ്ങാടി പോയ സലാം പറയും, പള്ളിയിൽ പോയ സലാം പറയും, ഖുർആൻ ക്ലാസ്സിന് പോയപ്പോൾ സലാം പറയും, എല്ലായിടത്തും സലാം പറയും. പക്ഷേ സ്വന്തം ഇണയോട് സലാം പറയാം. അതെന്താ? എന്തോ ഒരു കുറച്ചിലായിട്ട് ഇങ്ങനെ തോന്നുന്നു, എങ്ങനെയപ്പോൾ ഞാൻ സലാം പറയാം. ഇവിടെ KK മുഹമ്മദ് സുലൈ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അദ്ദേഹം ISMരൊക്കെ പാടങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഫാമിലി മീറ്റിംഗ് നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ വീട്ടിൽ പോകുമ്പോൾ സലാം പറയണം എന്നാണ്. അദ്ദേഹം നല്ല ബുദ്ധിശാലിയായ ഒരു പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, സലാം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറു സംഗതിയുണ്ട്, സലാം മടക്കൂല ചിലപ്പോൾ, ഭാര്യ സലാം മടക്കൂല ചിലപ്പോൾ, അതുകൊണ്ട് മടക്കാതെ വെക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നും പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ആ സലാം പറയുന്നതിനെ കുറിച്ച് ഈമാനോടുകൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഈമാൻ കൊണ്ട ഒരു ISMരനെ എന്ത് ചെയ്തു, അദ്ദേഹം ഇന്നെന്തായാലും പെരയിൽ പോയാൽ സലാം പറയണം തീരുമാനിച്ചു. അങ്ങനെ ഒരു അസർസ്കാരം കഴിഞ്ഞ് ഒരു 5:30 കൂടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ സഹോദരൻ പള്ളിയിൽ പോയി, ഭാര്യ വീട്ടിലും പോയി. ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. മഗ്‌രിബ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് 2 വട്ടം ആദ്യമായിട്ട് ജീവിതത്തിൽ സലാം പറയാണ്. പെരയിൽ പോകുമ്പോൾ 2 വട്ടം വെറുതെ ഒന്ന് സലാം പറഞ്ഞു നോക്കി, അസ്സലാമു അലൈക്കും എന്നൊക്കെ ആദ്യമായിട്ടൊന്ന് റിഹേഴ്സലൊക്കെ നടത്തിയിട്ടാണ് പോണത്. അങ്ങനെ പോയിട്ട് ഇങ്ങനെ പെരയിലെത്താൻ നേരത്തെ ഇങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യ ഇങ്ങനെ വാതിൽ തുറന്നു, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂത്തുക്ക് നോക്കുന്നുണ്ട്. അല്ലടി KK പറഞ്ഞില്ലേ സലാം പറയണമെന്ന് പറഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും. ഖുർആൻ ക്ലാസ്സിൽ ഇപ്പം അങ്ങനെ എന്തൊക്കെ പറയും, കേട്ടെടുക്കുക ജാതി മാഞ്ഞാളം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ടാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു നല്ല സംസ്കാരം തുടങ്ങാൻ. അപ്പൊ KK എന്ന് പറഞ്ഞു എന്ത്, ആദ്യ സലാം പറഞ്ഞാലും മടക്കൊന്നുമില്ല, നിർത്തരുത്, പിന്നെയും പറയാം. അടുത്ത നേരവും പിന്നെ നേരമൊക്കെ ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറയാൻ തുടങ്ങി തിരിച്ച്, പിന്നെ ഇങ്ങനെ വാലൈക്കും സലാം എല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കുക, ഇതാരാ നമ്മളെ കൊണ്ട് പറയാതിരിക്കാൻ തോന്നിപ്പിക്കണ ആരാ? ഇബ്ലീസ്. എന്താ ഇത് നഷ്ടം? എന്തെല്ലാം നമ്മൾ പറയും, ഭാര്യയും ഭർത്താവും സംസാരിക്കില്ലേ, സലാം പറയാൻ മാത്രം നമുക്ക് വല്ലാത്തൊരു മടിയാ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കണ്ണ് മറയുന്നത് വരെ പറയും ചിലപ്പോൾ, എന്ത് അരിയില്ലട്ടോ, മല്ലില്ല, മുളകില്ല, പഞ്ചാരല്ല, അതില്ല. പണ്ട് ഏതൊരു ഭർത്താവ് പറഞ്ഞത്രേ, നിങ്ങളെ തൊള്ളിന്നൊന്ന് എൻ്റെ തൊള്ളിന്നൊന്ന് ഉണ്ട് എന്ന് കേൾക്കുമെന്ന്. എന്നും അരിയില്ല, മുളകില്ല, പഞ്ചാരല്ല, അതില്ല ഇല്ല. പിറ്റേന്ന് ഭാര്യ, നല്ല ബുദ്ധിശാലിയായ ഭാര്യ, ഇവിടെ കുറച്ച് അരി കുറവുണ്ട്, മല്ലി കുറവുണ്ട്, ഉണ്ട് എന്ന് കേൾക്കാനല്ലേ, മുളക് കുറവുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ പറയാൻ മടിയില്ലാത്ത ആളും എന്ത് ചെയ്യൂല, ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മടക്കൂല, അത് പറയാനേ തോന്നൂല. അതൊരു നല്ല സംസ്കാരമാണ്. നമ്മളാണ് നമ്മുടെ വീട്ടിൽ തുടങ്ങിയെക്കണമെങ്കിൽ ആ മക്കൾ അതിങ്ങനെ കണ്ടുപഠിക്കുമ്പോൾ ഞാൻ സലാം പറയേണ്ടത്, ഇതൊന്നും വേറെ ആരും ചെയ്യേണ്ടതല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തുടങ്ങേണ്ടതാണ്. അതൊരു വല്ലാത്ത പ്രാർത്ഥന അല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുടുംബത്തെ കൃത്യമായി മാതൃകാപരമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അടുത്ത ഒരു തലമുറയെ നമുക്ക് ഈ ഒരു രംഗത്ത് കിട്ടൂല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്പം ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആവണം എന്നർത്ഥം. ഇപ്പം സലാം പറയാന്നുള്ള ഒരു ശീലം മാത്രമല്ല, ഏത് നന്മയും നമ്മുടെ കുടുംബത്തിൽ തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. പക്ഷെ ഇന്ന് നന്മ തുടങ്ങുന്നതിന് പകരം ആ കുടുംബങ്ങളിൽ ഒരുപാട് തിന്മകളാണ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒരു ഇഷ ആകുന്നത് വരെ അതിൻ്റെ ഇടയിൽ ഒരു വീട്ടിലും ഖുർആൻ ഓതാത്തൊരു വീട് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളെ വീട്ടിൽ ഖുർആൻ ഓത്ത് അങ്ങനെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാണ്. എല്ലാവരും അവനാൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിലെന്തൊക്കെ റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളൊക്കെ ആകപ്പാടെ നമുക്കുള്ള പണി എന്താണ്? ഇപ്പൊ നല്ല ഒരു വീട്ടിലൊരു കല്യാണം നടക്കുകയാണെന്ന് വിചാരിച്ചോളി. ഇപ്പൊ കല്യാണം നടക്കുമ്പോൾ എന്തെല്ലാം അധാർമികളാണ് നടക്കുന്നതെന്ന് അറിയോ? ദീന് മാത്രം ഉണ്ടാവൂല. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ പോലും ധൂർത്തും ആഡംബരവും മാത്രം ആയിട്ട് നടക്കുക. അപ്പൊ ഈ അടുത്ത കാലത്തുള്ള കല്യാണങ്ങളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അരിക്കുത്ത് കല്യാണം അല്ലേ? എന്താ, ഒരു മഞ്ചലില് മയ്യത്തും കട്ടിൽ കൊണ്ടുവരണ പോലെ ഇങ്ങനെ പുതിയണ്ണിനെ കൊണ്ടുവരാ. ആരാ തീരുമാനിച്ച്? ഫോട്ടോഗ്രാഫർ തീരുമാനിക്കണതാണ് നമ്മളെ നിയമപ്പോ. എല്ലാ മതവിഭാഗങ്ങളിലും വിവാഹമുണ്ട്. ഹൈന്ദവ മതത്തിൽ വിവാഹമല്ലേ? പക്ഷേ ആ ഹൈന്ദവ മതത്തിലെ വിവാഹത്തെയും അതിലെ താലികെട്ടിനെയും അതിന്റെ മുഹൂർത്തത്തെയും ഒക്കെ അവർ വലിയ ഭദ്രതയോടെയും ഭക്തിയോടെ കാണുക ആണല്ലോ. ആ സമയത്താണ് മുഹൂർത്തം ഉണ്ടാകുക. അത് വലിയ ഒരു ആരാധനയായിട്ട് ആ രൂപത്തിൽ ആദരവോടെ ചെയ്യാം. നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിലും അവരുടെ വിവാഹം അതിന്റെ മാന്യമായ അവസ്ഥയിലാണ് നടക്കുക. ആ മന്ത്രകോടിയാണ് മരിക്കുമ്പോൾ വരെ പൊതിപ്പിച്ചു കൊടുക്കുക. അതിന് അത്ര മഹത്വമുണ്ട്. എന്നാൽ നമുക്ക് വിവാഹം എന്ന് പറഞ്ഞ ഇസ്ലാമിക സമൂഹത്തിലെ വിവാഹം എന്താ? നിക്കാഹാണ് വിവാഹം. മഹർ കൊടുക്കുക എന്നുള്ളതാണ്.
അത് പുരുഷൻ കൊടുക്കേണ്ടതാണ് മഹർ. പെണ്ണിനത് ആവശ്യമുള്ളത് ചോദിക്കാം. അങ്ങനെയാണ് വിവാഹം വേണ്ടത്. ആ വിവാഹത്തിന്റെ സമയത്ത് ഒരാള് രജിസ്റ്റർ വിവാഹം എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമപ്രകാരം രജിസ്റ്റർ വിവാഹം അത്ര സാധുവല്ല. ഇസ്ലാമിക വിവാഹം എന്ന് പറഞ്ഞാൽ 2 സാക്ഷികൾ വേണം, വലിയ വേണം, വരൻ വേണം. എന്നിട്ട് ഈ പെണ്ണിന്റെ വാപ്പ പറയണം, എൻ്റെ മകളെ ഞാനിതാ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞ് അവനത് സ്വീകരിച്ചു എന്ന് പറയുമ്പോഴാണ് വിവാഹമാകുക. അതല്ലാതെ 2 ആൾക്കാർ സ്വയം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞത് വിവാഹമാവൂല. ഈ വിവാഹത്തിന്റെ സമയത്ത് നടക്കേണ്ട ഒരു നിക്കാഹ്, അവിടെ ഒരു ഖുതുബ ഉണ്ടാകും, ഒരു ഖുതുബത്തുൽ ഹാജ, ഒരു ആവശ്യ പ്രസംഗം. അതൊരു നല്ല ഉപദേശമാണ്, പ്രവാചകന്റെ ചര്യയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ വരെ അതൊരു ഇബാദത്തായിട്ട് പോലും ആ നിക്കാഹൻ കഴിഞ്ഞ പടക്കം പൊട്ടിക്കണം. അതിന്റെ തലേ ദിവസം വരെ മഞ്ഞ കല്യാണം, നീല കല്യാണം, അങ്ങനെ പല കല്യാണങ്ങളും പൊടിക്കുക. ആരൊക്കെയോ ഉണ്ടാക്കിയ ഒരുപാട് ആചാരങ്ങൾ, പവിത്രമായൊരു ബന്ധം തുടങ്ങുകയാണ്. ഒരാൾ നിക്കാഹ് കഴിക്കുമ്പോഴേ അർശിന് താഴെ ദമ്പതികളുടെ പേരെഴുതി വെക്കുന്ന ദിവസമാണെന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ പേരെന്ന് അർശിന് താഴെ എഴുതി വെക്കുന്ന ദിവസം. ആ എഴുതി വെക്കുമ്പോ ആ നിക്കാഹ് കഴിയുന്നതോടുകൂടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ ബിരിയാണിന്റെ അഭിപ്രായം പറയാനല്ല, അത് ലൈവ് പത്തിരി ഉണ്ടായിരുന്നു, അവിടെ ജിലേബി ഉണ്ടായിരുന്നു, കുഴപ്പമില്ലട്ടോ മറ്റേ കല്യാണത്തിനേക്കാൾ ഉഷാറായിരുന്നു, അങ്ങനെ പറയാനല്ല. ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ്. ഈ പ്രാർത്ഥന വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? വധൂവരന്മാര് അതിനുള്ള അർഹത നേടണം. ആലോചിച്ച് നോക്കി, അന്ന് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി ഒരാഴ്ച നിസ്കരിക്കൂല. പണ്ടൊക്കെ പെരപ്പണിക്കാണ് ഫൗണ്ടേഷനും ബേസ്മെന്റും ഒക്കെ ഉണ്ടാകുക. പെയിന്റ് അടിച്ചപ്പോ പുട്ടിയിടലൊക്കെ, വീടിന് പെയിന്റ് അടിക്കുമ്പോൾ ഇതൊരാഴ്ച മുന്നേ പുട്ടിട്ടിടക്കുക. ഒതുടുക്കാൻ പറ്റൂല, മുഖം കഴുകാൻ പറ്റൂല. എന്നിട്ട് ആരൊക്കെ ഇട്ടെടുത്ത മൈലാഞ്ചിയായിട്ട് ഇങ്ങനെ നടക്കുക ഈ കുട്ടി. നിസ്കാരം അന്നത്തെ ഉണ്ടോ? ഇല്ല. അള്ളാന്റെ ബർക്കത്ത് കിട്ടുവോ? കിട്ടൂല. ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം, കേവലം ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് സർവ്വവിധത്തിലുള്ള ദീനിയായ അടയാളങ്ങളെയും മാറ്റിയിട്ട് ഇവന്റ് മാനേജ്മെന്റുകളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറും പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ തുള്ളാൻ നിൽക്കുക. എത്ര ദയനീയാണ് സഹോദരങ്ങളെ. അവിടെ നട്ടലോടുകൂടെ പറയാൻ സാധിക്കണം. അതല്ല, അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ നിക്കാഹ് ഖുതുബക്ക് പല ആൾക്കാരും വിളിക്കും. എന്നിട്ട് പോലെ തന്നെ ടൈം ടേബിൾ ഇങ്ങനെ ഇട്ടുതരും. മൗലവി 11 മണിക്ക്, നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ പ്രശ്നമല്ല, 4ാമത്തെ പേർക്ക് ഒഴിവല്ലേ, നിങ്ങൾ 11 മണിക്ക് വന്നാൽ മതി. 11 മണിക്ക് നിങ്ങൾ അവിടെ എത്തണു, ഉടനെ നിങ്ങൾ നിക്കാഹ് തുടങ്ങുന്നു. 11:20 ആകുമ്പോഴേക്ക് നിക്കാഹ് വരെ കഴിഞ്ഞ് 11:30 ആകുമ്പോൾ ചോറും വെച്ച് നിങ്ങൾക്ക് പോകാന്നറിയും. നമുക്ക് ഉറപ്പത് നടക്കൂലെന്ന്. എന്നിട്ടോ നമ്മൾ അവിടെ എങ്ങനെ ചൊല്ലും? 11 മണിന്റെ മുന്നേ നമ്മളെ വിളിക്കലോ തുടങ്ങുന്നത് 10 മണിക്ക് പോന്നില്ലേ അങ്ങനെ വിളി തുടങ്ങും. നമ്മൾ അവിടെ എത്തി ഇങ്ങനെ 10:30 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. 10:30 മണിക്ക് വന്നിരിക്കുക. 11 മണി കഴിഞ്ഞു, 11:30 കഴിഞ്ഞു, 12 മണിയും കഴിഞ്ഞു, 12:30യും കഴിഞ്ഞു. അതും കഴിഞ്ഞ് ഇങ്ങനെ പുതിയാപ്പിളി വരും, ഒരൊപ്പമുള്ള പോലെ എത്തിയിട്ടുണ്ടാവും. എല്ലാ കല്യാണത്തിനും അധികം ഉണ്ടാകുക എന്താ പോലെ കാണാൻ ഒരു വഴി മാറി എത്രയെന്നറിയും. വഴി മാറിയൊന്നുമല്ല, ഒരു ബൈക്ക് ആ പാലത്തിന്റെ അവിടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാ, അവിടെ വേറെ റീൽസ് ഉണ്ടാക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ ഇറങ്ങി വന്നാലോ ഫോട്ടോഗ്രാഫർ ഇറങ്ങല്ലേ ആ കാല് വെക്ക അല്ല കയറ്റില്ല ആദ്യക്കെന്ന്. എന്നിട്ട് ഓലിങ്ങനെ അറുക്കാൻ കൊണ്ടുവരണ മാതിരി ഇങ്ങനെ കൊടുന്ന് ഇവങ്ങനെ പറയാം അങ്ങനെ. എന്നിട്ട് അപ്പത്തിനും ഒരു കുന്തവും വടിയൊക്കെ ആയിട്ട് ലൈറ്റും കൊടയൊക്കെ പാടെ അപ്പളാ കൊടുന്ന് ഫിറ്റ് ചെയ്യുക. നമ്മളെ സമയത്തിനൊന്നും ഒരു വില ഉണ്ടാവില്ല. അതൊക്കെ പോട്ടെ, അതാണ് കഴിഞ്ഞാല് ഈ നിക്കാഹ് എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു നിലയും വില. ഇതേമാതിരി മൈക്കിയും കൂടി ഉണ്ടാവില്ല. അവിടെ വലിയ പന്തലിട്ടിട്ടുണ്ടാകും, 2-3 ഐറ്റം ചോറും ചെമ്പും എല്ലാം ഉണ്ടാകും. മിഠായി എടുക്കലും അതുപോലെ ബന്ധപ്പെട്ട ആ രൂപത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇതൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാനുള്ളൊരു മൈക്കിങ്, അത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. നിക്കാഹാണ് നടക്കണത്, അതിന് മാത്രം ഒരു സെറ്റപ്പും ഉണ്ടാവില്ല. എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞാല് പിന്നെ ഈ ടീമുണ്ട് ഇങ്ങനെ. അന്ന് അതുവരെ പോളിസ്റ്ററിന്റെ കുപ്പായ ഇടാത്ത വല്യമ്മയും കാണാം പോളിസ്റ്ററിന്റെ മഞ്ഞക്കുപ്പായിട്ട് വരുന്നു. എന്നിട്ട് വന്നുങ്ങാണ്ട് ഇതിനൊത്തി തുള്ളാൻ നിൽക്കുക. എവിടുത്തെ ഏർപ്പാടാ സഹോദരങ്ങൾ ഇതൊക്കെ ദീന് പഠിപ്പിച്ചതാണോ? നല്ല ഒരു ബന്ധം തുടങ്ങുകയാണ് അവിടെ തന്നെ അതാ ബർക്കത്തില്ലാത്ത അവസ്ഥ. ഞാനത് കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. വ്യാപകമായി ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലല്ലാതെ വേറെ എവിടെ നടക്കുന്നത്? ഇത് ദീനാണോ? ധൂർത്തും ആഡംബരവും പേക്കോലവുമായിട്ട്
വേഷപ്രച്ഛന്നരായിട്ട് ഭാര്യാഭർത്താക്കന്മാരെ നടത്തിക്കൊണ്ടിരുക, ഇതിൽ പടക്കം പൊട്ടിക്കുക, ആണും പെണ്ണും സ്റ്റേജിൽ കയറി നിന്ന് കൂത്താടുക. എന്നിട്ട് ഫോട്ടോഗ്രാഫർ പറയുന്നത് ഭാര്യന്റെ കൈ അവിടെ വെക്ക്, ഇവിടെ വെക്ക്, അവിടുന്ന് കെട്ടിപ്പിടിക്കണം. ഇതൊക്കെ ബെഡ്റൂമിൽ ചെയ്യേണ്ട പണിയൊക്കെ ഈ സ്റ്റേജിൽ ആൾക്കാരെ മുന്നിൽ ചെയ്യേണ്ടതല്ലത്. ഇതിൽ നിന്നിട്ട് മൗന സമ്മതം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമാകുക, അതിനൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് അങ്ങനല്ല ചെയ്യേണ്ടത്, മതപരമായി അതിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഓനെ വർഗീയവാദിയാക്കി, ഓൻ തീവ്രവാദിയാക്കി. ഇതന്നത്തെ അവസ്ഥ. ലിബറലിസം എന്ന് പറയുന്ന അത് എല്ലാ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഏർപ്പാട്. യഥാർത്ഥത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത, അത് അല്ലാഹു റസൂൽ പറഞ്ഞത് കൽഖാബിലി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ചോന്റെ മാതിരിക്കാരം ദീനനുസരിച്ച് ജീവിക്കണം. അത് പറയണോനെ ഓനെ തീവ്രവാദിയായിട്ടും ഓനെ ചാപ്പ കുത്തും. സർവ്വവിധത്തിലുള്ള ഡപ്പാങ്കൂത്തിനും അനുവാദം കൊടുക്കണോ, ഓ നല്ല മതേതരവാദി, നല്ല ഉഷാറ്, നല്ല ആ രൂപത്തിലൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മളെ ആദർശം ഇതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിലോ പിടുത്തം വിട്ടു പോകും. നമ്മളെ മക്കളെ നമുക്ക് തിരിച്ചിട്ടൂല. സ്വന്തം മാതാവിനെ കൊന്ന മക്കളെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ സഹോദരങ്ങളെ? സ്വന്തം സഹോദരനെ കഴുത്തറുത്ത് കൊന്ന അത്തരത്തിലുള്ള മകനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? വാപ്പാനെ അടിച്ച മക്കളെ കുറിച്ച് കേട്ടില്ലേ? ലഹരിയും അതുമായി ബന്ധപ്പെട്ട, നിങ്ങൾ ആലോചിച്ച് നോക്കുക, സർവ്വവിധത്തിലുള്ള ആഘോഷത്തിന്റെയും അത്തരത്തിലുള്ള ആ പേക്കൂത്തുകളുടെയും പിന്നിൽ ഈ ലഹരി ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് ഇതൊക്കെ വ്യാപിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒരു പ്രശ്നമല്ല. ഇത് തിരുത്താൻ നമ്മുടെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ, ആങ്ങള പെങ്ങൾ, അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും, ആ രൂപത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ, അതിൻ്റെ പവിത്രതയും അതിൻ്റെ മഹനീയതയും കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഇത് നമ്മൾ ചെയ്യണം. ചെയ്തിട്ടില്ലേ അപകടമാണ്, വലിയ അപകടമാണ്. വലിയ വില കൊടുക്കേണ്ടി വരും. പരലോകത്ത് ഒരു രക്ഷയുണ്ടാവില്ല സഹോദരങ്ങളെ, ഒരു രക്ഷയുണ്ടാവില്ല. അവിടെ വിലപിച്ചത് കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാമൂലുകളും ഇപ്പം ഇത്തരത്തിലുള്ള മാമൂലുകൾ, ഒരുപാട് പുത്തനാചാരങ്ങൾ, പണ്ട് മുതലേ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഇപ്പൊ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബങ്ങൾ ആദർശം ഉണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ ആരെങ്കിലും പറയുന്നതാ നമ്മളെ ആദർശം. ഇപ്പൊ വീട് വെക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്ത് അവിടെ വാസ്തുശാസ്ത്രം നോക്കും. അത് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള അവർ ചെയ്തോട്ടെ, ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധമൊന്നുമില്ല. കന്നിമൂലയിൽ ഗൃഹനാഥൻ അന്തി ഉറങ്ങണമെന്നും അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അതൊരു മതവിഭാഗത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ ഇസ്ലാമികമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഒരു മുസ്ലിം വീട് വെക്കുമ്പോൾ എന്താ, അവൻ വീട് വെക്കുമ്പോൾ അവൻ ബിസ്മില്ലിട്ട് തുടങ്ങാന്നല്ലാതെ 5 സെന്റ് സ്ഥലം ഉണ്ടാകും. അവിടെ ആരാപ്പതൊക്കെ നോക്കുക? എന്നിട്ട് അവിടെ അടുപ്പുണ്ടാക്കാൻ പാടില്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് അസുഖം ഉണ്ടായാൽ അവർ പറയാം അത് ആ കന്നിമൂലയിൽ ബെഡ്റൂം വന്നില്ല, അതാണ് പ്രശ്നം, അവിടെ അടുക്കള വന്നതുകൊണ്ടാണ്, അവിടെ ടോയ്ലറ്റ് വന്നതുകൊണ്ടാണ്, അവന് മാറ്റി വെക്കണം എന്ന് ആരോ പറയാം. എന്നിട്ട് അത് പൊളിക്കുക. ഇത് നമ്മളെ അതും ഇതും എന്ത് ബന്ധമുള്ളത്? എത്രയോ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആ രൂപത്തിൽ നടക്കുന്നില്ലേ? നമ്മുടെ ഈ കൊച്ചു കേരളം അന്ധവിശ്വാസത്തിന്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. ഏത് രംഗത്തും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ചെറിയ രോഗം വന്നാൽ അതിന് ചികിത്സിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നിലുണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളെ തേടി പിടിച്ചു പോവുകയാണ് ആൾക്കാർ. അതാരോ എന്തോ ചെയ്തതാണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുക. അതിനൊക്കെ ആൾക്കാരുണ്ടാകും. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ മരുന്നിന് പകരം മന്ത്രവാദം ചികിത്സ തേടുന്ന എത്രയോ ആൾക്കാർ. അല്ലാണ്ട് റസൂൽ എന്താ പഠിപ്പിച്ച്? രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് മരുന്നുണ്ട്. ആ മരുന്ന് അത് അള്ളാന്റെ അനുമതി പ്രകാരം അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള ശമനം ലഭിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ ഒരു കുട്ടിയുടെ കയ്യിലൊരു ചരട് കണ്ടു. ആ ചരട് കണ്ടപ്പോൾ ആ കുട്ടീനോട് ചോദിക്കുകയാണ്, മുജാഹിദ് മഹലിൽ കുട്ടിയോട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ഒന്നുമില്ല, എന്നാലും എന്താ അപ്പൊ അത് പിന്നെ കുട്ടി ഇങ്ങനെ പറയാം, അത് പിന്നെ ഇമ്മമ്മ കെട്ടി തന്നെയാണ്. എന്തിനാ ഇമ്മമ്മ എന്താ കെട്ടി? അത് പനിയൊന്നും ഇല്ലാതിരിക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട്. ഇന്നലെ വായിച്ചിരുന്നോ, നല്ല പഠിച്ചിക്കണോ? അത് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെ മാർക്ക് കിട്ടുക? ഈ ചരട് കൊണ്ട് മാർക്ക് കിട്ടുമോ? സഹോദരങ്ങളെ, ഇത് ചരട് കെട്ടിയാൽ എന്തെങ്കിലും അഭൗതികമായ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ലഭിക്കുമോ? അതിനങ്ങനെ ഒരു സിദ്ധി ആരെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ? എന്നിട്ട് മന്ത്രി ചൂതിക്കിട്ട് അസുഖം മാറാൻ വേണ്ടിയിട്ട് അതിനുള്ള ചികിത്സ നമ്മൾ തേടണം. ഇതാണ് ഇന്ന് വ്യാപകമായിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കന്നിമൂല, എനിക്കുണ്ടായിട്ട് അങ്ങനെ അനുഭവം. വീട് വെച്ചു, 5 സെന്റ് സ്ഥലത്ത് വീട് വെച്ചു. വീട് വെച്ചോ കഴിഞ്ഞപ്പോൾ അടുപ്പുണ്ടാക്കണം.
അടുക്കള ഉണ്ടാക്കി അടുപ്പുണ്ടാക്കാൻ സമയത്ത് ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നു. ആ ജോലിക്കാരനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൻ തുടങ്ങിക്കോളിയും, എനിക്ക് ഈ കന്നിമൂല ഇതോ, നമ്മൾ മുജാഹിദായി ജനിച്ചുകൊണ്ടും മുജാഹിദായി വളർന്നുകൊണ്ടും ഈ ആദർശം പഠിച്ചുകൊണ്ടും ഈ കന്നിമൂലൻ്റെ അതിൻ്റെ തെജീവിതൊന്നും നമുക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ഇവെന്താ അപ്പം ഇതിങ്ങനെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ അടുപ്പ് ശരിയാവില്ല. എന്താ വെച്ച് ഇത് കന്നിമൂലയാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കഞ്ഞി വെക്കാൻ തന്നെ എനിക്കറിയില്ല, കഞ്ഞി വെക്കാൻ തന്നെ കഞ്ഞി വെക്കാൻ അടുപ്പല്ലേ അവിടെ ഉണ്ടായിക്കോളി എന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ തെജീവീത് അതിൻ്റെ നെഹവൊക്കെ കന്നിമൂലല്ല സാറേ, അത് കന്നിമൂല. കന്നിമൂല എന്ന് പറഞ്ഞാൽ കന്നിമൂലയിൽ ബെഡ്റൂം വരണമെന്നും അവിടെ ഗൃഹനാഥൻ അന്തി ഉറങ്ങണമെന്നും അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിന് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം, ജവിടെ ഉണ്ടാക്കിക്കോ പറഞ്ഞു. ഞാൻ പണിയെടുക്കൂലായിരുന്നു, പോയി. അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കിയ അടുപ്പിലാണ് ഇന്നും കഞ്ഞി വെച്ചിക്കണ്, ഇതുവരെ കഞ്ഞിടി മുട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇതാരേ പറഞ്ഞ് പേടിപ്പിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് പൊട്ടത്തരാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മറ്റുള്ളതൊക്കെ അവിടെ കട്ടെ, ഇസ്ലാമിക വിശ്വാസപ്രകാരങ്ങൾ അയച്ചു. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രളയം ഉണ്ടായ സമയത്ത് ഒരുപാട് വീട് നശിച്ചു. ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വയനാടൊക്കെ ചൂരൽമലയിലൊക്കെ LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ്. ഈ LP സ്കൂളിനൊക്കെ ആരാണ് വാസ്തുശാസ്ത്രവും കന്നിമൂലയും നോക്കല്? ഇതൊക്കെ നോക്കി ഉണ്ടാക്കിയ വീടൊക്കെ കുത്തിവെച്ചാണ് പോയി. അതൊന്നും നോക്കാതെ ഉണ്ടാക്കിയ അത് അവിടെ പോയിട്ട് അഭയം പ്രാപിക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മളെ പറ്റിക്കാനായിട്ട് കുറേ ആൾക്കാർ നമ്മളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിലൊക്കെ പിന്നിലെ പണമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അതേപോലെ തന്നെ ചില ആൾക്കാർ കാണാം, ഒരു വാഹനം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കറുത്ത പൂച്ച വിലങ്ങിലാണ് പാഞ്ഞു. പ്രശ്നമാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് വാഹനം നിർത്തണം. എന്നിട്ട് പിന്നെ എന്തോ ഒരു അപശകുനമാണ്, ദുശകുനമാണ് എന്ന് ചിന്തിക്കുക. ഇത് അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും ഇത് വിശ്വസിക്കുകയാണ്. അതേസമയം ശരിക്കുള്ള ആദർശം പറഞ്ഞു കൊടുത്താലോ അപ്പൊ അതൊക്കെ ഒരു രണ്ടാം നമ്പറായിട്ട് കാണുകയും ചെയ്യാം. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ വീട് വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിശ്വാസമാണോ അള്ളാന്റെ പ്രവാചകൻ നോക്കാൻ പറഞ്ഞത്? അല്ല. നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ അല്ലാതിരിക്കാൻ ശ്രമിച്ചോളി. അതല്ലാതെ ഇതൊന്നും നോക്കാൻ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചില്ല. മലമൂത്ര വിസർജനത്തിന് ഇരിക്കുമ്പോ കിബിലക്ക് മുന്നിട്ടിരിക്കരുത്, കിബിലക്ക് പിന്നിട്ടിരിക്കരുത്, ടോയ്ലറ്റ് പ്രവേശിച്ചാൽ അവിടുന്ന് മുണ്ടരുത്, സലാം പറഞ്ഞാൽ വരെ മടക്കരുത്, അവിടുന്ന് സലാം പറയും. ഇതൊക്കെ എന്നെ നിയമമാണ്. ഇതൊക്കെ പഠിപ്പിച്ച അള്ളാഹ് റസൂൽ ഇങ്ങനെ വല്ലതും പഠിപ്പിച്ചോണോ? ഇല്ല. ഇതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഈ ആദർശവും ഈ ബോധമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കുടുംബത്തെ പഠിപ്പിക്കണം. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്ത് കണ്ടാലും പേടി. ഒരു പക്ഷി ഇങ്ങനെ കരയാ, പോവുക, അപ്പൊ പറയാ ആരോ മരിച്ചാനയിക്കണേ, എന്തോ ഒരു ഒച്ചണ്ട് മരിച്ചാനയിക്കണേ. അത് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ദിക്റോ അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശബ്ദം ഉണ്ടാക്കിയിരിക്കും. അതും നമ്മളുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധമല്ല. ഇതെന്തുകൊണ്ടാ ഇങ്ങനെയുള്ള വിശ്വാസം? അള്ളാനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവൻ കണക്കാക്കിയിട്ടില്ല. അള്ളാഹ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. തനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നൽകിയ, ഈ ഭൂമിയിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച, തന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന, തന്റെ ജീവനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവനക്ക് ബേജാറാകുന്നത്. വീട്ടിലൊരാൾക്ക് അസുഖം ഉണ്ടാകുമ്പോ അത് അടുക്കള അവിടെ വന്നതുകൊണ്ടാണ് തോന്നുന്നത്. അവനെങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആരോ ചെയ്തതാന്ന് തോന്നാൻ കാരണം അതുകൊണ്ടാണ്. എന്നാൽ അവൻ അള്ളാഹനെ ശരിക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഒരു ആദ്യത്തെ വാഹനം വാങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു ജാറത്തിന്റെ അടുത്തേക്കല്ല പോവുക. തവക്കൽതു അലല്ലാഹ്, ഞാൻ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. ഒക്കെ പടച്ചോനിൽ ഏൽപ്പിച്ച പിന്നെ പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതാ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞോൻ എന്ത് ബേജാറുള്ളത്? ഒരു ബേജാറുമില്ല. അവനോട് പറയും, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിനക്കൊരു കാവലുണ്ട്, പിന്നെന്തിനാ ബേജാറാവുന്നത്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ അവന് അള്ളാഹു തന്നെ മതിയായവനാണ് എന്ന്. ഇത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. യാത്ര പോകുന്ന സമയത്ത് മക്കളോട് പറയണം, പടച്ചോണ്ടിട്ടോ കൂടെ, എവിടെ പോയാലും അള്ളാഹ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടിട്ടോ എന്ന ബോധം നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും ഉണ്ടാവൂല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രവാചകൻ എല്ലാവരും കൂടി ഇങ്ങോട്ട് സ്നേഹിച്ചിട്ട് വണ്ടി വരെ ബ്ലോക്കാ.
നാട്ടിലാകെ ബ്ലോക്കാ. എന്താ ബ്ലോക്ക്? അല്ലാണ്ട് റസൂൽ അങ്ങനെ പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാത്തതൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചെയ്യണ്ടെന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യാൻ പറഞ്ഞതോ ഇന്നിതാ ചന്ദ്രഗ്രഹണാണെന്ന്. ഇന്ന് ചന്ദ്രഗ്രഹണം രാത്രി 10:27 മുതൽ 1 മണി വരെ ചന്ദ്രഗ്രഹണം നടക്കുക. ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ അല്ലാണ്ട് റസൂല് ബേജാറോടുകൂടെ പള്ളിയിലേക്ക് ആളുകളെ വിളിച്ചിട്ട് ഗ്രഹണം കഴിയുന്നവരെ നിസ്കരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നബിദിന റാലി നടത്തിയ അതേ ആവേശം ചന്ദ്രഗ്രഹണ നിസ്കരിക്കാൻ ഉണ്ടാകും. അതാ റസൂലുള്ളാഹിനെ സ്നേഹിക്കല്. റസൂലുള്ളാഹിന്റെ ചര്യ ചെയ്യേണ്ടത് അവിടെയാണ്. അത് രാത്രി ആരും അവിടെ നെയ്ച്ചോറും കോഴിയൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഗ്രഹണം കഴിയുന്നത് വരെ നമ്മൾ നിസ്കരിക്കണം. ദീർഘമായ നിസ്കാരമുണ്ട്, പള്ളികളിൽ നിസ്കാരമുണ്ട്. ചില ആൾക്കാരൊന്നും ജനിച്ചിട്ട് ഇന്നേ വരെ ആ ഗ്രഹണസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന അവസരമാണ്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക. നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുടുംബത്തിൽ തെറ്റിയടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മിണ്ടാത്ത ആൾക്കാർ, അയൽവാസികൾ മിണ്ടാത്തോല്, ജ്യേഷ്ഠാഞ്ചന്മാർ മിണ്ടാത്തോല്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. സഹോദരങ്ങളെ, മരിച്ചാണ് പോകുമ്പോൾ ഈ പിണക്കത്തോടു കൂടെ നമ്മൾ പോണത് എങ്കിൽ അള്ളാഹ് നമ്മളെ സ്വീകരിക്കൂല. നമ്മളെ നിസ്കാരം പഠിച്ചവന് വേണ്ടാന്നാ. ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജ്യേഷ്ഠനാഞ്ചനും ഇപ്പോൾ ഒരു നെഞ്ഞുവേദന വന്നാൽ പോരെ, ആശുപത്രി കിടക്കയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ആ ചില്ലിങ്ങനെ നീക്കിയിട്ട് നമ്മളങ്ങനെ നോക്കുമ്പോൾ കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരും. ഒന്ന് മാപ്പ് പറയാനും കൂടി നമുക്ക് അവസരമില്ലാത്തൊരു ഘട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെ മുന്നേ നമ്മൾ പൊരുത്തപ്പെടിക്കണം. അങ്ങനെ മരിച്ചു പോയാലോ പള്ളിൻ്റെ മിഹ്റാബിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് അവസാനമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയും, ഇതാ ഇന്നയാൾ മരിച്ചിട്ടുണ്ട്, അയാൾ ജീവിതത്തിൽ ആരോടെങ്കിലും വല്ല തെറ്റും ചെയ്തിക്കണമെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ. വെറും വർത്താനാണത്. അയാൾ പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. നമ്മൾ വാക്കുകൊണ്ട് നാവുകൊണ്ടൊക്കെ ഉപദ്രവിച്ച ഒരുപാട് ആൾക്കാരില്ലേ കുടുംബത്തിൽ, നമ്മളെ കീഴിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നാവുകൊണ്ട് നമ്മൾ ഉപദ്രവിച്ച ആൾക്കാർ, അവരൊക്കെ ഞമ്മക്കെതിരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാണ്ടല്ലോ സഹോദരങ്ങളെ. മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്ന. അതിൻ്റെ ഇടയിൽ മറല്ല. നമ്മൾ വിചാരിക്കും പറഞ്ഞാണ് ജയിച്ചതാണ്, ഞാൻ നല്ലോണം പറഞ്ഞിക്കണ്. നമ്മൾ നാവുകൊണ്ട് ഉപദ്രവിച്ച ആൾക്കാരൊക്കെ നമുക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചാണ്ടല്ലോ. ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു മറല്ലാന്ന്. ഒരിക്കല് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമുഖ താബിഈ പണ്ഡിതൻ മുഹമ്മദ് സീരി തവാഫിന്റെ സമയത്ത് കണ്ട ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുകയാണ്. ഒരു കൈ മാത്രം ഉയർത്തിപ്പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ കാബാലയത്തിന്റെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, നീ എനിക്ക് പുറത്തു തരൂലെന്ന് എനിക്കറിയാം, എന്നാലും നീ എനിക്ക് പുറത്തു തരണേ. ആ സമയത്ത് മുഹമ്മദ് സീരി ഇതിങ്ങനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട്, ഇത് എന്തൊരു പ്രാർത്ഥനയാണ്, നീ എനിക്ക് പുറത്തു തരണേ, നീ എനിക്ക് പുറത്തു തരൂലെന്ന് എനിക്കറിയാം, എന്നാലും നീ എനിക്ക് പുറത്തു തരണേ, ഇത് എന്ത് പ്രാർത്ഥനയെന്ന് ചോദിച്ചു. അപ്പോ ഈ മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് ഇന്റെ കാര്യം അറിയാത്തോണ്ടാണ്. ഞാന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചില ആഭ്യന്തര കലാപമുണ്ടായി. ഖവാരിജികൾ കലാപം ഉണ്ടാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു. അന്ന് ഈ മനുഷ്യന് ഖവാരിജികളുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇയാളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ അറിയോ? ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തടിക്കും എന്ന് ഈ മനുഷ്യൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റുള്ള ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത്, ആളുകളൊക്കെ ഇങ്ങനെ സ്വഫ് കെട്ടി നിൽക്കുന്ന നേരത്ത്, ഈ മനുഷ്യന് മയ്യത്ത് കാണാനെന്ന നിലക്ക് സ്വഫുകൾ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് മുന്നിലേക്ക് വന്നു. എന്നിട്ട് ആ മയ്യത്തിന്റെ കഫം പുടവ ഇങ്ങനെ മുഖത്തുനിന്ന് മാറ്റിയിട്ട് ഈ മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തടിച്ചു, മയ്യത്തിന്റെ മുഖത്തടിച്ചു. ഇത് കണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സങ്കടപ്പെട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാണ്, അശല്ലല്ലാഹു യദക്, നിന്റെ ആ കൈ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ കൈ പിന്നെ പൊന്തിയിട്ടില്ല, ഒരു മരക്കഷ്ണം പോലെ. അതാണ് ഒറ്റ കൈ കൊണ്ട് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞത് മർദ്ദിതന്റെ പ്രാർത്ഥനയാണത്. നമ്മളൊക്കെ ഉപദ്രവിച്ച എത്ര ആൾക്കാരുണ്ടാവും നാവുകൊണ്ട് ഉപദ്രവിച്ചത്. നമ്മള് സാമ്പത്തികമായി ഉപദ്രവിച്ചവർ, വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചവർ, അപമാനിച്ചവർ, നിരപരാധികൾ. നമ്മൾ സൂക്ഷിക്കണം, മാപ്പ് പറയണം, ബന്ധങ്ങൾ സുദൃഢമാക്കണം, അയൽപക്കത്തൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം. ഒരിക്കല് ഒറ്റ സംഭവം കൂടിയും പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീന പള്ളി, ആ മദീന പള്ളിയുടെ ഓരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരിക്ക്, ഒരു പെണ്ണിന് ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇംറഅത്തുൻ സൗദ, ഒരു കറുത്ത പെണ്ണ് എന്നാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ആ സഹോദരി അവിടെ ആ വീട്ടിലിങ്ങനെ കഴിയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്ക് ഇങ്ങനെ ആ വീട്ടിൽ സന്ദർശിക്കും.
ആ വീട്ടിൽ സന്ദർശിക്കുന്ന സമയത്തൊക്കെ ഈ സഹോദരി ഇങ്ങനെ ഒരു പാട്ട് പാടും. എന്താ പാട്ട്? വയൗമൽ വിശാഹി മിൻ അജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജീനി. യൗമുൽ വിശാഹിന്റെ അന്ന് അള്ളാഹു ചെയ്ത അത്ഭുതം എത്ര മഹത്തരമാണ്. ആ കുഫറിന്റെ നാട്ടിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ഈ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഇതിങ്ങനെ പാടും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഇപ്പൊ ഈ യൗമുൽ വിശാഹ് എന്താണ്, എന്താ സംഭവം? ഇവരോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഈ സഹോദരി പറയാണ്, അതെന്താണെന്നറിയോ, ഞാനൊരു കുഫറിന്റെ നാട്ടിലായിരുന്നു, ഇസ്ലാമിക നാട്ടിലൊന്നും അല്ലായിരുന്നു. അവിടെ ഒരു വീട്ടുജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അങ്ങനെ വീട്ടിൽ ഒരുപാട് ആളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ ഒരു കുട്ടിക്ക് ഒരു അരപ്പട്ടയുണ്ടായിരുന്നു, സ്വർണത്തിന്റെ അരപ്പട്ടയാണ്. ആ സ്വർണത്തിന്റെ അരപ്പട്ടക്ക് മാംസത്തിന്റെ നിറാണുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ അരപ്പട്ട കാണാനില്ല. ഇവരിന്നെ സംശയിച്ചു, ആകെ തെരഞ്ഞു, സംശയിച്ചു. എന്നോട് ചോദിച്ചു, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അവരെന്നെ പരിശോധിച്ചു. എനിക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിൽ എൻ്റെ രഹസ്യഭാഗങ്ങൾ വരെ പരിശോധിച്ചു. അപ്പൊ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണേ, മർദ്ദിതന്റെ പ്രാർത്ഥന. ഞാനത് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഒരു പരുന്ത് ഇങ്ങനെ കൊത്തിക്കൊണ്ട് വന്നിട്ടു. ആ അരപ്പട്ട അവർക്കിടയിൽ കൊത്തിക്കൊണ്ട് വന്നിട്ടു. ആ പരുന്ത് ഇത് ഇറച്ചിയാണ് വിചാരിച്ചാണ്ട് കൊത്തിക്കൊണ്ടുപോയതാണ്, സ്വർണത്തിന്റെ അരപ്പട്ടയാണ്. ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇവർ നിരപരാധിയാണ്. ആ സമയത്ത് ഇവർ പറയാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമായില്ല, പക്ഷെ ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ ഇവിടുന്ന് പോകണം. അങ്ങനെ മദീനയിലെത്തിയതാണ് അവർ. അവിടെ അല്ലാഹു റസൂൽ ഒരു വീടുണ്ടാക്കി കൊടുത്തതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, മർദ്ദിതന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ മറല്ല. ഇത് നമ്മൾ ബോധ്യപ്പെടണം. നമ്മളൊരാളെ അടച്ചങ്ങട്ട് ആക്ഷേപിക്കുക, എന്തും പറയാം, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം. ഇപ്പൊ ജ്യേഷ്ഠനും അഞ്ചനും തെറ്റിയടക്കുക, ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടും ബന്ധമുണ്ട് എന്നല്ല. ലൈസൽ വാസിലു ബിൽ മുകാഫി അല്ലദീ ഖുതിഅത് റഹിമഹു വസല. ഇങ്ങോട്ട് ബന്ധമുള്ളവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നുള്ളതല്ല ബന്ധം ചേർക്കൽ. അയൽവാസികൾ നല്ല ബന്ധമാണ്, ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കും, അങ്ങോട്ടും ഭക്ഷണം, ഇങ്ങോട്ട് കല്യാണത്തിന് നിൽക്കും, അങ്ങോട്ടും കല്യാണത്തിന്. ദാലിക്കൽ ഖിസാസ്. അത് പകരത്തിന് പകരം ചെയ്യല. വലാകിന്നൽ വസ്ല, എന്നാൽ യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ അല്ലദീ ഖുതിഅത് റഹിമഹു വസല, ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കാൻ സാധിക്കണം. തെറ്റിയവനോട് അങ്ങോട്ട് പോയി സലാം പറയാൻ സാധിക്കണം. അതിന് അപാരമായ ക്ഷമ വേണം. ഈ ഓലല്ലേ തെറ്റിയത്, അവനല്ലേ തെറ്റ് ചെയ്ത് എന്നതല്ല. കൃത്യമായി ആ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. പിണങ്ങിയവനോട് അങ്ങോട്ട് മിണ്ടാൻ സാധിക്കണം. ഇത് നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ബന്ധം സുദൃഢമാകുന്നത്. മറ്റേത് പകരത്തിന് പകരം ചെയ്യലാണ്, അതല്ല ബന്ധം ചേർക്കുക. അത് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം, സ്വാഭാവികമായിട്ടുള്ള ബന്ധം. ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിയവനോട് അങ്ങോട്ട് മിണ്ടാൻ സാധിക്കണം. അത് സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക. സാധിക്കണം സഹോദരങ്ങളെ. ആ നിലക്ക് ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും പകയില്ലാത്ത, മനസ്സിൽ ഒരാളോടും ഒരു വെറുപ്പുമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമകളായാൽ അവർക്ക് രക്ഷയുണ്ട് എന്നാണ്. അവർക്കേ പരലോകത്ത് രക്ഷയുള്ളൂ. അതല്ല അല്ലാഹ് പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസമുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കൊഴികെ. അതേ രക്ഷപ്പെട്ട ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. അയൽപ്പക്കങ്ങളിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ആ ബന്ധം സുദൃഢമാവണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, കുടുംബത്തിൽ പരസ്പരമുള്ള സ്നേഹവും ഐക്യവുമൊക്കെ ഇസ്ലാം കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. അള്ളാന്റെ പ്രവാചകൻ ജീവിച്ച് മാതൃക കാണിച്ചു തന്നതാണ്. ആ റസൂലുള്ള എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ ഓരോ കർമ്മങ്ങളും ഓരോ ചര്യകളും അതേപോലെ ഒപ്പിയെടുത്തുകൊണ്ട് കുടുംബത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ഇതെല്ലാം കേട്ടിട്ടും ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ കേവലം ഇതൊക്കെ ഒരു ഒച്ചപ്പാടായി കൊണ്ട് മാത്രം കണ്ടുകൊണ്ട് തൻ്റെ പഴയകാല ജീവിതം തന്നെ നയിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ ശ്വാസം അങ്ങ് നിന്ന് പോയാൽ പിന്നെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന നേരത്ത് അവിടുന്ന് വിലപിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതേ
അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂത് ഫലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയുമോ? ഇത്രത്തോളം ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അതിനെയൊക്കെ നിഷേധിച്ച് തള്ളിയിട്ടുള്ള ആളുകൾ നാളെ നരകത്തിയിൽ ഇങ്ങനെ ആപതിക്കുന്ന നേരത്ത് അവരിങ്ങനെ റബ്ബിനോട് വിലപിക്കുമത്രേ, ഒരു അവസരം കൂടി ഞങ്ങൾക്ക് കൊണ്ട് റബ്ബേ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ ഈ നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്തെടുത്ത് തരികയാണെങ്കിൽ, അല്പം പോലും അല്പം കൂടി ഒരു ആയുസ് നീ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, ഗൈറല്ലദീ കുന്നാ നഅമൽ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത നല്ല നല്ല സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു വരാം റബ്ബേ. നമസ്കാരം ഒരുപാട് മുടക്കിയിട്ടുണ്ട്, കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നാവ് കൊണ്ട് ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാർമ്മികമായി ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പല രൂപത്തിലുള്ള ഉപദേശങ്ങൾ കേട്ടപ്പോഴും മനസ്സ് നന്നാവാൻ തോന്നിയില്ല റബ്ബേ, ഒരു ചാൻസ് കൂടി നീ ഞങ്ങൾക്ക് കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ വിലപിക്കുന്ന നേരത്ത് അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടത്രേ, അവലം നുഅമ്മിറുകും നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? ഈ ഭൂമിപ്പുറത്ത് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ദൈർഘ്യമുള്ള ഒരായുഷ്കാലം നിങ്ങൾക്ക് നൽകിയില്ലേ? 10, 20, 50, 60, 70 വർഷം വരെ ജീവിക്കാൻ ഈ ഭൂമിപ്പുറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവസരം നൽകിയില്ലേ? അതുകൊണ്ട് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ ഒരുപാട് താക്കീതുകാർ വന്നില്ലേ, പ്രബോധകന്മാർ വന്നില്ലേ, പ്രഭാഷകന്മാർ വന്നില്ലേ, വജാഅകുമുൻ നദീർ താക്കീതുകാർ വന്നില്ലേ, പ്രവാചകന്മാർ വന്നില്ലേ, ഉപദേശങ്ങൾ കേട്ടില്ലേ? അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഫദൂഖൂ ആസ്വദിച്ചു കൊള്ളുക ശിക്ഷ, ഫമാലിൽ ളാലിമീന മിൻ നസീർ അക്രമികൾക്ക് ഇവിടെ സഹായികളില്ല എന്ന് പറഞ്ഞ് ആട്ടപ്പെട്ടവനായി ആക്ഷേപിക്കപ്പെട്ടവനായി അവനെ നരകത്തിലേക്ക് തന്നെ വലിച്ചെറിയുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടണം. ഖുർആൻ പാരായണങ്ങൾ വീടുകളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ജമാഅത്തുകൾ നമ്മൾ പങ്കെടുക്കണം. സുബഹിൻ്റെ ജമാഅത്തിന് ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിക്ക് പറഞ്ഞേക്കുക, മക്കളെ വിളിച്ചുണർത്തിയിട്ട് ആ ഗൃഹനാഥൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോരുക, ജമാഅത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കുക. ഇസ്ലാമികപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, MSMൻ്റെ പ്രവർത്തനം, ISMൻ്റെ പ്രവർത്തനം, നമ്മൾ അതിലൊക്കെ ഇൻവോൾവ് ആകുക, നമ്മുടേതായ ഭാഗധേയം ഉണ്ടാകുക, നമ്മുടെ മക്കളെ ഇതിൽ ഇൻവോൾവ് ആക്കുക. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഒരുപാട് സഹോദരി സഹോദരന്മാർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ രോഗികളായിക്കൊണ്ട് ആശുപത്രി കിടക്കകളിലും രോഗശയ്യകളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. നാഥ, അവരുടെ വേദനകൾ നീ ശമിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രോഗ്രാമിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഇതിനെ പിന്തുണച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ വീടും ഇതിൻ്റെ ഈ സാഹചര്യവും ഇതിനു വേണ്ടി ഒരുക്കി തന്ന ഈ വീട്ടുകാർക്ക് ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ജോലികളിൽ, അവരുടെ ഏർപ്പാടുകളിൽ, കച്ചവടങ്ങളിൽ, കൃഷികളിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته.